എല്ലാവർക്കും IG വാറിന്റെ ക്ലോസിംഗ് സെറിമണിയിലേക്ക് നമസ്കാരം. ഇന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും റിട്ടേണബിലിറ്റി ടെസ്റ്റുകളും റെസ്യൂമെ സബ്മിഷൻസും ഗ്രൂപ്പ് ഡിസ്കഷൻസുകളും അങ്ങനെ പല സ്റ്റേജുകളായിട്ട് 7 കോളേജുകളോളം ഉള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു IG വാർ. ആപ്റ്റിക്കോ ഏപ്രിൽ 2-ാം തീയതി 2020 തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു വിഷയം പ്ലേസ്മെന്റ് ടെസ്റ്റുകളിലും പല എൻട്രൻസുകളിലും വളരെയധികം ചോദിക്കപ്പെടുന്ന ഒരു ഭാഗമായിരുന്നു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ. അപ്പം ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഭാഗം വിദ്യാർത്ഥികളിലേക്ക് എങ്ങനെ എത്രയും മികച്ച രീതിയിൽ എത്തിക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ ചോദ്യം. ആപ്റ്റിക്കോ തുടങ്ങിയതും അങ്ങനെ തന്നെയായിരുന്നു. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നമുക്ക് ഇന്റർനെറ്റിൽ നോക്കിയാൽ വളരെ പെട്ടെന്ന് തന്നെ കിട്ടാവുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അതെങ്ങനെ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, അതെങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് എത്തിക്കാം എന്നുള്ളതായിരുന്നു ആപ്റ്റിക്കോയുടെ ആദ്യത്തെ ഉദ്ദേശം. അങ്ങനെയായിരുന്നു വീക്ക്ലി ക്വിസ് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ ഉദിച്ചത്. എല്ലാ വീക്കിലും 6 ദിവസം 4 ക്വസ്റ്റ്യൻ വീതം ഓരോ ദിവസം വെച്ചിട്ട് ഓരോ ഫോമുകൾ നമ്മൾ കുട്ടികളേക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പോയിന്റ് ടേബിൾ ഉണ്ടാക്കുകയും വീക്കിലി വിന്നേഴ്സിനെ അനൗൺസ് ചെയ്തിട്ട് അങ്ങനെ 17 വീക്കുകളോളം ആപ്റ്റിറ്റ്യൂഡിന്റെ പല ക്വസ്റ്റ്യൻസുകളും നമ്മുടെ ആപ്റ്റിക്കോ ഗ്രൂപ്പിലെ 300ഓളം കുട്ടികൾക്കിടയിൽ നമ്മൾ പങ്കുവെക്കുകയും പലരും അത് ചെയ്യുകയും പലവരും വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് മാത്രം പോരാ, അതിൽ കൂടുതലും ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മുടെ കോളേജ് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റികൾ എന്താണ്, നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റികൾ എന്താണ്, കരിയർ ഓപ്ഷൻസുകൾ എന്തെല്ലാം. അപ്പോൾ ഇതൊക്കെ അറിയാൻ നമുക്ക് സ്ഥിരമായിട്ട് നമ്മളെങ്ങനെ കുറെ ആൾക്കാർ ഉപദേശിക്കാനല്ല, പല ആൾക്കാരുടെ ഐഡിയകളും നമുക്ക് വേണമായിരുന്നു. അങ്ങനെയായിരുന്നു മീറ്റ് അവർ അലുമിനി എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാം വന്നത്. മീറ്റ് അവർ അലുമിനി നമുക്ക് നമ്മളെ കോളേജിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണുള്ളത്, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ നമ്മൾ അലുമിനിയേക്കാൾ നല്ലൊരു സോഴ്സ് നമുക്കില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ കോളേജിൽ നിന്ന് വർഷങ്ങൾ മുമ്പ് പാസ്സായി പോയ ആൾക്കാരെ, നമ്മുടെ പ്രിയ ചേട്ടന്മാരെ ചേച്ചിമാരെ ഒക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ മീറ്റ് അവർ അലുമിനി എന്നുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. അടുത്ത വീക്ക് ആകുമ്പോഴത്തേക്ക് 12ാമത്തെ മീറ്റ് അവർ അലുമിനി നടക്കും. അതുപോലെ മീറ്റ് അവർ അലുമിനിയിൽ മാത്രം ഒതുക്കാതെ എക്സ്പേർട്ടുകളെയും വിളിച്ചുകൊണ്ട് നമ്മൾ സെഷൻസ് സംഘടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എക്സ്പേർട്ടീസുകളും ഉണ്ടായി. എക്സ്പേർട്ടീസ് സെഷനിൽ ഞങ്ങൾ ആദ്യം വിളിച്ചത് GCK ഇടുക്കിയിലെ ഒരു പ്രൊഫസറിനെയായിരുന്നു, KTUവിലെ എന്തൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ തീർക്കാൻ. പിന്നെ നമുക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ സ്റ്റുഡൻസിന്റെ വൊക്കാബുലറി എങ്ങനെ കൂട്ടാമെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വേർഡ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓരോ ദിവസവും വീടിനെ സ്റ്റുഡന്റ് കണ്ടു. വേർഡ് എങ്ങനെ കുട്ടി എല്ലാ ദിവസവും രീതിയിൽ അത് അത്രത്തോളം പ്രായമില്ല. ആപ്റ്റിക്കോ ഒരു ആപ്പ് ഡിസൈനിങ് നമ്മളത് പ്ലേ സ്റ്റോറിൽ പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങൾ വിചാരിച്ച സംഭവം. ഞങ്ങൾ ഇതൊക്കെയായിരുന്നു. അങ്ങനെ ആപ്റ്റിക്കോ ഇത്രയും പരിപാടി എടുത്തപ്പോൾ നമുക്കൊരു പൂർണ്ണത വേണമായിരുന്നു. ഒരു പൂർണ്ണത എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് അതെങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം. അങ്ങനെയാണ് IG വാർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇടയിലേക്ക് വന്നത്. ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, റിട്ടേണബിലിറ്റി ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആൻഡ് റെസ്യൂമെ സബ്മിഷൻ.
അതായിരുന്നു IG-WAR. അപ്പം IG-WAR എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ, ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മിക്ക പൂൾഡ് പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെ കോളേജിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. പല കോളേജുകളിലും പല വിദ്യാർത്ഥികളും വന്നിട്ട് പോകുന്ന ഒരു സംഭവമാണ് IG-WAR എന്ന് പറയുന്നത്, ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് എന്നത്. അപ്പം പുറത്തുള്ള വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ആവശ്യം നമുക്കുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങൾ NIT-യിലേക്കും സെയിന്റ് കിറ്റ്സിലേക്കും പിന്നെ നമുക്കറിയാവുന്ന കുറച്ച് കോളേജുകളിലേക്ക് ഞങ്ങൾ ഇങ്ങനെ ഒഫീഷ്യലായിട്ട് കുറച്ച് മെസ്സേജുകൾ അയച്ചത്. അവിടെ നിന്നൊക്കെ കുറച്ച് ആൾക്കാർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ, പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ക്ലോസിംഗ് സെറിമണി നമുക്ക് ആരംഭിക്കാം. ഇന്ന് ഇവിടെ ഞങ്ങളെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് IG-WAR-ന്റെ ഫൈനലിസ്റ്റുകളായ 6 ആൾക്കാരായിരുന്നു. ഈ 6 പേരായിരുന്നു, 12 പേരായിരുന്നു ഗ്രൂപ്പ് ഡിസ്കഷൻ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. ഈ 12 പേരിൽ മികച്ച 6 ആൾക്കാർ, മികച്ച എന്ന് പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രമാണ്, മറ്റു 6 പേർ ഒന്നിനു പിറകിലായിരുന്നില്ല, പക്ഷെ അന്നേരം ഉണ്ടായിരുന്ന ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രമാണ് അവർ പുറത്തായത്. അപ്പം ഈ 6 ഫൈനലിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ 6 ഫൈനലിസ്റ്റുകൾക്ക് തങ്ങളുടെ യാത്രയുടെ, IG-WAR-ന്റെ യാത്രയുടെ ഒരു അനുഭവം പങ്കുവെക്കാൻ ഞാൻ വിളിക്കുകയാണ്. ആദ്യം തന്നെ ആനോൺ M. ഷാജൻ, GC തൃശ്ശൂരിലെ ഒരു വിദ്യാർത്ഥിയാണ്, സിവിൽ എഞ്ചിനീയർ 4ാം വർഷ വിദ്യാർത്ഥിയാണ്. ആനോൺ എന്താണ് IG-WAR-നെ കുറിച്ച് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ആനോൺ. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ജസ്റ്റ് റെഫർ ചെയ്തിട്ടാണ് ഞാൻ IG-WAR-ന് ചേർന്നത്. ആക്ച്വലി ഞങ്ങളുടെ കോളേജിൽ ഇതുപോലത്തെ ഒന്ന് രണ്ട് കോമ്പറ്റീഷൻസ് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനല്ല, ഓൾറെഡി ഒരു 2 ഇവന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇവന്റ്സിൽ ഞാൻ ഉണ്ടായിരുന്നോണ്ട് ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ കോമ്പറ്റീഷന് വരുന്നത്. ഞാൻ ഒരിക്കലും അത്ര സീരിയസ് ആയിട്ട് എടുത്തൊരു കോമ്പറ്റീഷൻ ആയിരുന്നില്ല. ആക്ച്വലി ഇത് കോഴിക്കോട് GEC നടത്തുന്നു, അതുകൊണ്ട് ഞാൻ ആക്ച്വലി ഒരു ഔട്ട്സൈഡർ പോലെയായിരുന്നു തുടക്കത്തില്. പക്ഷെ വളരെ നല്ലൊരു ഹോസ്പിറ്റാലിറ്റി ആണ് നിങ്ങളുടെ കോളേജിന്റെ ഭാഗത്തുനിന്നും കോർഡിനേറ്റേഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റെസ്യൂമെ ബിൽഡിംഗ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, റിട്ടൺ എബിലിറ്റി ടെസ്റ്റ് എല്ലാം വളരെ നല്ല ഒരു കോമ്പറ്റീഷൻ ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് GD-യിലാണ് എനിക്ക് കൂടുതലായിട്ട് കോമ്പറ്റീറ്റേഴ്സിന് കാണാനും സംസാരിക്കാനും കഴിഞ്ഞത്. ബാക്കി കോമ്പറ്റീഷൻസ് എല്ലാം കൂടുതലും ഇൻഡിവിജ്വൽ ആയിരുന്നല്ലോ. അങ്ങനെ കോമ്പറ്റീഷൻസ് കാണാൻ കഴിഞ്ഞപ്പോൾ ഒരുവിധം എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഇവന്റ് തന്നെയായിരുന്നു. ഞാൻ ഉണ്ടായിരുന്ന GD-യിൽ പങ്കെടുത്ത ഇന്ദുഷ, ദിൻഷ പോലെ കോഴിക്കോട് നിന്നുള്ള കുട്ടികൾ വളരെ നന്നായി പെർഫോം ചെയ്തു. ഈവൻ ഇന്റർവ്യൂവും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്റർവ്യൂ വളരെ നല്ല ഒരു എക്സ്പേർട്ട് പാനലായിരുന്നു. ഞാൻ ഒരിക്കലും കരുതിയില്ല ഇത്ര നല്ലൊരു എക്സ്പേർട്ട് പാനലിനെ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷന് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതൊക്കെ. വളരെ നല്ല ഒരു ഇന്റർവ്യൂ പാനലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്റർവ്യൂ. മറ്റു ഇന്റർവ്യൂകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രീതിയിൽ ഇത് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരുന്ന ഒരു അപ്രോച്ച് ആയിരുന്നു ഇന്റർവ്യൂ പാനലിന്റെ അടുത്തുനിന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു ഇന്റർവ്യൂ എക്സ്പീരിയൻസ് ആയിട്ട് മാറാനത് സഹായിച്ചു. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇത് നല്ല രീതിയിൽ ഈ ഒരു കോമ്പറ്റീഷൻ ആയിട്ട് എഫേർട്ട് ഇട്ട ആപ്റ്റിക്കോ UDSF GEC കോഴിക്കോടിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പൊളിറ്റിക്സ് കേവലം ഒരു വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഡിസ്റപ്റ്റ് ചെയ്യുന്ന കരുതുന്ന ഒരു മാർഗമാക്കി മാറ്റാതെ പൊളിറ്റിക്സ് ഫോർ ഗുഡ് എന്ന ഒരു നോഷൻ ആണ് എനിക്ക് ഈ UDSF-ന്റെ ഈ ഒരു ഇനീഷ്യേറ്റീവിൽ നിന്ന് കാണാൻ കഴിയുന്നത്. സോ ഇതുപോലത്തെ ഇനീഷ്യേറ്റീവ്സ് UDSF-ന്റെയും മറ്റ് കോഴിക്കോട് GEC-യിലെ മറ്റ് പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ടുണ്ടാവട്ടെ. സോ താങ്കിങ് യു ഓൾ, താങ്കിങ് who had been so friendly to me, thanking you for giving this opportunity. Thank you all. സന്തോഷം മേനോൻ. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കോളേജിലുള്ള 3rd ഇയർ അപ്ലൈഡ് വിദ്യാർത്ഥിയായ ഇന്ദുഷ ദർപ്പനാണ്. ഇന്ദുഷ. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ആപ്റ്റിക്കോ UDSF GEC-ക്ക് ഒരു നന്ദി അറിയിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ആപ്റ്റിക്കോ ഇതുപോലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളും ഇങ്ങനത്തെ പ്രോഗ്രാംസ് നേരത്തെ കണ്ടക്ട് ചെയ്തത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾക്ക്. അപ്പം ഇതുപോലൊരു ഇനീഷ്യേറ്റീവ് എടുത്ത്, കാരണം ഇതുപോലൊരു സംഭവം ഞാനിതുവരെ കണ്ടിട്ടില്ല. IG-WAR എന്ന് പറഞ്ഞിട്ടൊരു നമ്മളിപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും അല്ലാതെ അങ്ങനെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിട്ടോ ഇന്റർവ്യൂസ് ആയിട്ടോ റിട്ടേൺ എബിലിറ്റി ടെസ്റ്റുകളായിട്ടോ അങ്ങനെ നടത്തിയിട്ടില്ല ആരും, ഞാനിതുവരെ കണ്ടിട്ടില്ല.
അപ്പം ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിപ്പം ഇതിനെ ശരിക്കുള്ള നമ്മളിപ്പോ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4th ഇയർ കോളേജിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് കോമ്പറ്റേറ്റീവ്നെസ് എന്താണെന്ന് അറിയുന്നത്. ഒരു ജോലി കിട്ടാനത് ഇപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഇപ്പം കോളേജ് കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് വേണ്ടി പോകുമ്പോഴാവാം. പക്ഷെ ഈ 3rd ഇയറിൽ കയറിയപ്പോൾ തന്നെ എനിക്കൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടി. കാരണം എങ്ങനെയാണ് എത്ര ഹാർഡ് വർക്ക്, എത്ര എഫേർട്ട് നമ്മൾ ഇടണമെന്നും മാത്രമല്ല എന്റെ വീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി ഈ ഒരു എന്താ പറയാ IT ബോർഡിൽ നിന്ന്. ഞാൻ ഗ്രൂപ്പ് ഡിസ്കഷൻസ് മുമ്പ് പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത്രയും എന്താ പറയാ ഇത്രയും ഒരു കോമ്പറ്റേറ്റീവ് ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ല. നമ്മളിപ്പോ ക്ലാസ്സിലൊക്കെ ജസ്റ്റ് എന്താ പറയാ ഒരു നമുക്ക് മാർക്കിന് വേണ്ടി മാത്രം ഉള്ള ഗ്രൂപ്പ് ഡിസ്കഷൻസിൽ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഗ്രൂപ്പ് ഡിസ്കഷൻസിലായാലും എന്താ പറയാ ഒരു ടോപ്പിക് കംപ്ലീറ്റ്ലി മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനും മാത്രമല്ല നമ്മുടെ കൂടെ സംസാരിക്കുന്ന ആൾക്കാരുടെ പോയിന്റുകൾ മനസ്സിലാക്കി സംസാരിക്കാനായാലും കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. പിന്നെ ഒരു ഒഫീഷ്യൽ ഇന്റർവ്യൂ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അപ്പം ആദ്യം നെർവസ്നെസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം കുറെ കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പം അത് എനിക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയാ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോവാൻ ഒരു എന്താ പറയാ ഒരു സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഇങ്ങനൊരു IG war എന്ന് പറയുന്ന ഒരു ഐഡിയ ആരുടെ ആണെങ്കിലും ഇറ്റ് വാസ് ഗ്രേറ്റ്, ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ കോളേജിൽ തന്നെയുള്ള S7 EC വിദ്യാർത്ഥിയായ ലക്ഷ്മി. ഞാൻ ആക്ച്വലി ആപ്റ്റിക്കോല് ആദ്യം തന്നെ ക്വിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വളരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാ ആഴ്ചയും ഓരോ ദിവസം ഓരോ ക്വിസ് തരുമ്പോൾ അത് നമ്മുടെ ഓരോ ദിവസം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് കൂടുക തന്നെ ചെയ്യും. അപ്പോൾ ഓരോ ദിവസം ഓരോ ടോപ്പിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ അന്ന് പിന്നെ ഓരോ ദിവസം സ്കോർ ബോർഡ് റിലീസ് ചെയ്യുമ്പോഴൊക്കെ അത് ഒരുപാട് മോട്ടിവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ IG war എന്ന് പറഞ്ഞ ഈ കോമ്പറ്റീഷൻ ഇത്രയും വലിയ സീരീസ് ഓഫ് സ്റ്റേജസ്, അതായത് ആപ്റ്റിറ്റ്യൂഡും GDയും ഇന്റർവ്യൂവും എനിക്ക് ശരിക്കും ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ 4th ഇയറിൽ കയറിയപ്പോൾ ക്ലാസ് ഒക്കെ തുടങ്ങുകയെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പ്ലേസ്മെന്റിന് വേണ്ടി എന്താ ചെയ്യുക, പെട്ടെന്ന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എൻ്റെ മുന്നിൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ഈ IG war കോമ്പറ്റീഷൻ കണ്ടത്. അപ്പോൾ കയറി അങ്ങ് രജിസ്റ്റർ ചെയ്തു. അപ്പോൾ എൻ്റെ സ്റ്റേജാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തോന്നി. അപ്പോൾ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും കൂടുതൽ കോൺഫിഡൻസ് വന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടായിരുന്നു കയറിയത്. പക്ഷെ വെറും പ്രാക്ടീസ് അല്ല, ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ നമ്മുടെ സീനിയേഴ്സ് ആയിരുന്നു ജഡ്ജസ്. GDയുടെയും ബോത്ത് ഇന്റർവ്യൂവിൻ്റെയും ജഡ്ജസ് സീനിയേഴ്സ് തന്നെയായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ അവരുടെ ഗൈഡൻസും കിട്ടി, അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. വളരെ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്റർവ്യൂ. 1/2 മണിക്കൂറോളം അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ താങ്ക് യു ടീം IG war, എന്തായാലും ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നേന്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ കോളേജിൽ തന്നെയുള്ള 3rd ഇയർ EC വിദ്യാർത്ഥിയായ ഫാത്തിമ സന. Hello everyone, good evening. Myself Fatima Sana. അപ്പം ഇവന്റ് IG war-നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ തിങ്ക് വാട്ട് ഇറ്റ് വാസ് മെന്റ് ടു ബി വാസ് ഡെലിവേർഡ്. ബിക്കോസ് നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് റെഡിനെസ് ടെസ്റ്റിലൂടെ വാട്ട് ഈസ് എ പ്ലേസ്മെന്റ് ഡ്രൈവിന് ഒരു എക്സാക്ട് ഐഡിയ കിട്ടി. ബിക്കോസ് ബിഫോർ ദാറ്റ് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു എക്സാക്ട് ഐഡിയ ഇല്ലായിരുന്നു. സോ ത്രൂ ദിസ് വി ഗോട്ട് എ ക്ലിയർ കട്ട് ഐഡിയ വാട്ട് ഈസ് എ പ്ലേസ്മെന്റ് ഡ്രൈവിന്. പിന്നെ ഈ ഇവന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് വി ഹാഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, VAT and resume submission in the initial round. അപ്പം ഈ ടെസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ടിപ്പിക്കൽ പ്ലേസ്മെന്റ് ഡ്രൈവിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ ആയിരുന്നു ഇത് നടത്തിയത്. സോ നമുക്ക് where we lag and what we should work on, അങ്ങനെ ഒരുപാട് നമ്മളെ കുറിച്ച് തന്നെ ഒരുപാട് ഐഡിയാസ് കിട്ടി. ലൈക്ക് what should we prepare for in an interview, അങ്ങനെ ഒരുപാട് പ്ലേസ്മെന്റ് ഡ്രൈവിനെ കുറിച്ച് കംപ്ലീറ്റ് തറോ ആയിട്ട് വാട്ട് ഈസ് ഇറ്റ്ന് കിട്ടി. പിന്നെ റെസ്യൂം സബ്മിഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഐ ആക്ച്വലി പ്രിപ്പയർ എ റെസ്യൂം ഓഫ് മൈ സെൽഫ്. സോ ആഫ്റ്റർ എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട് ഐ കുഡ് മാനേജ് ടു സബ്മിറ്റ് വൺ. സോ ദാറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. പിന്നെ
I was actually fortunate to get into the second round. അപ്പോൾ സെക്കൻഡ് റൗണ്ടിലായിരുന്നു മച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. ലൈക്ക് വി ഹാഡ് ദ ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ. ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് ഇന്റർവ്യൂ വാസ് സോ ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെ പറയുമ്പം അതിലെ ടോപ്പിക്കൊക്കെ ഡെഫിനറ്റ്ലി ഇറ്റ് ഹെൽപ്പ് us to think out of the box, and discussion was super. And interview was the main highlight of the event. Interview എന്ന് പറയുമ്പോൾ we had a group of panelists who were exceptionally experts. അപ്പം they were like putting a lot of questions, and they actually put forward a lot of challenging situations before us, and it helped us to think and to analyze what we are. So that was a great experience for me. So I think overall this helped us to understand what is a placement drive, which we had no idea about before. So this was a great experience for me. So I would like to thank the team for the opportunity, and would like to wish them all the good luck for the future. Thank you. താങ്ക് യു സന, നല്ല വാക്കുകൾക്ക്. അടുത്തതായിട്ടുള്ളത് സമാന്തയാണ്. സമാന്ത എന്ന് പറയുന്നത് സെയിന്റ് കിറ്റ്സ് കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. സമാന്ത. ഹായ്, ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സമാന്ത കോട്ടിക്കൽ. ഞാൻ സെയിന്റ് കിറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയത്തു നിന്നാണ്. ഞാൻ ആക്ച്വലി IGVRനെ കുറിച്ച് അറിയുന്നത് ക്യാമ്പസ് ലിങ്കേഴ്സിന് ഒരു 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 വമ്പൻ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ അകത്തൂടെയാണ് അറിയുന്നത്. ഷാഹിദിനോടാണ് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്തിരുന്നത്. യൂഷ്വലി ഒരു 2 ആഴ്ചത്തെ ഒരു നീണ്ട പ്രോസസ്സിനിടവും ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിരുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് ബാക്ക് ഓഫ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഷാഹിദ് ആണെങ്കിലും ഹാഫിസ് ആണെങ്കിലും രണ്ടുപേരും കോൺസ്റ്റന്റ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇവരുടെ കമ്മിറ്റ്മെന്റ് ഒക്കെ കാണുമ്പം നമുക്ക് പിന്മാറാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ മുന്നോട്ട് തന്നെ പോയത്. സോ അവർക്ക് തന്നെ ബിഗ് താങ്ക്സ് ഞാൻ പറയാൻ തന്നെ. പിന്നെ നമ്മുടെ ഫസ്റ്റ് 3 റൗണ്ടുകളെ കുറിച്ച് പറയാൻ ഇപ്പം അവർ എല്ലാവരും പറഞ്ഞ പോലെ സെയിം ഒപ്പീനിയൻ തന്നെയാണ്. എനിക്ക് ആ ഫസ്റ്റ് 3 റൗണ്ടുകൾ വലിയ ബേജാറായിട്ട് തോന്നിയില്ല. പക്ഷെ രണ്ടാമത്തെ ഫേസ് വന്നപ്പം GD സെഷൻസ് ഞങ്ങൾക്ക് കോളേജിൽ വെച്ച് കുഞ്ഞു കുഞ്ഞ് GD സെഷൻ, അതായത് ഹിന്ദുഷ പറഞ്ഞ പോലെ ചെറിയ GD സെഷൻസ് നടന്നിട്ടുണ്ട്. പക്ഷെ അത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഗെയിനിങ് മാർക്സ് അത്ര ഉള്ളായിരുന്നു. അല്ലാതെ ചിന്തിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ വേറെ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്ന ആ ക്ലോസ് സർക്കിളിൽ അല്ലാതെ മറ്റൊരു പിള്ളേരുമായിട്ട് നമ്മൾ ഒരു തവണ പോലും അങ്ങനെ ഒരു GD സെഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല, ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അപ്പം അതൊരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂ വരുമ്പം നമ്മൾ ഒരു റെസ്യൂമെ സെറ്റാക്കി കൊടുക്കുമ്പം നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് നമ്മളത് എഴുതി കൊടുക്കുന്നത്. പക്ഷെ അത് കാണുന്ന ആൾക്ക് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഡയറക്ഷനിൽ അവരെ അതിനെ പെർസീവ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ കീറി മുറിച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത് ആ ഇന്റർവ്യൂ സെഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായത്. ശരിക്കും ഒരു കൂൾ എക്സ്പീരിയൻസ്. ശരിക്കും എന്താ പറയുക, മാൻ ഓഫ് ദ ഷോ എന്നൊക്കെ പറഞ്ഞ ഇന്റർവ്യൂ സെക്ഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെന്താ, നമ്മുടെ കോളേജിലൊക്കെ പ്ലേസ്മെന്റ് ട്രെയിനിങ് തരുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ കോളേജിൽ മാസ് റിക്രൂട്ട്മെന്റ് വരുന്ന ഒരു പർട്ടിക്കുലർ കമ്പനി ഉണ്ട്. സോ ആ കമ്പനിനെ ടേപ്പർ ചെയ്തുകൊണ്ട് മിക്കപ്പോഴും ട്രെയിനിങ് സെഷൻസ് വരാറ്. അപ്പം ആ രീതിയിലുള്ള നമ്മൾ അപ്രോച്ച് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നൊക്കെ ഉള്ള നമ്മുടെ തോട്ട് പ്രോസസ്സിൽ മൊത്തത്തിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. സോ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ആപ്റ്റിക്കോ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോഴിക്കോടിന്റെ ഇനിയും ഇതുപോലത്തെ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. മച്ച് ലവ്. താങ്ക് യു സമാന്ത. അടുത്തതായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള 4th ഇയർ EC വിദ്യാർത്ഥിയായിട്ടുള്ള സാന്ദ്ര സജിയാണ്. സാന്ദ്ര. ആപ്റ്റിക്കോ നടത്തിയ IGVR എന്ന് പറയുന്നത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തന്നത്. എസ്പെഷ്യലി ഗ്രൂപ്പ് ഡിസ്കഷൻ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു. ലൈക്ക് എങ്ങനെയാണ് ഗ്രൂപ്പ് ഡിസ്കഷൻ, എങ്ങനെയാണ് ടോപ്പിക്ക് വരിക, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ ടോപ്പിക് എങ്ങനെ വരുമെന്ന് ഒരു ഐഡിയ കിട്ടി. പിന്നെ അത് കൂടാതെ ജഡ്ജസ് ലാസ്റ്റ് അവർ എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം, ഏത് രീതിയിൽ സംസാരിക്കണം, എങ്ങനെ ആ ഒരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ നമ്മൾ അറിയത്തില്ലെങ്കിലും നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിച്ച് പറയണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ ഈ ഗ്രൂപ്പ് ഡിസ്കഷനിലൂടെ കിട്ടി. ആൻഡ് ഇന്റർവ്യൂവിന്റെ കേസ് ആണെങ്കിൽ അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്റർവ്യൂ എനിക്ക് ഇതിനു മുന്നേ ഒരു മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. കൂടുതലായിട്ട് എനിക്ക് എന്തൊക്കെയാണ് എന്റെ മിസ്റ്റേക്സ് ഞാൻ വരുത്തുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഏതൊക്കെ രീതിയിൽ എങ്ങനെ പറയാൻ പാടില്ല, എങ്ങനെ പറയണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടി. സോ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഐ താങ്ക് ആപ്റ്റിക്കോ so much. I thank you so much for this opportunity, and yeah, that's it.
അപ്പം ഫൈനലിസ്റ്റുകൾ എല്ലാവരുടെയും നമ്മൾ അഭിപ്രായങ്ങളും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടു. ഇനി പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമ്മളെ ഈ ഒരു കാര്യം ഓരോ കാര്യം ചെയ്യുന്നേരം നമുക്ക് ഓരോ സജഷൻ തന്നിട്ടും ഓരോ കാര്യം എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് നന്ദി പറഞ്ഞിട്ട് എനിക്ക് തോന്നാം. നമ്മുടെ കോളേജിലെ അലുമിനിയാണ്. നമ്മുടെ കോളേജിലെ അലുമിനിയോട് ഞങ്ങൾ ആദ്യം ചോദിച്ചത് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അപ്പൊ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, എങ്ങനെ ഒന്ന് ഇന്റർവ്യൂക്കൊക്കെ ഒന്ന് വരാൻ പറ്റുമോ? പിന്നെ നമ്മൾ ഇന്റർവ്യൂ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ അവരങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. സത്യത്തിൽ വലിയൊരു സന്തോഷമുണ്ടായിരുന്നു. അപ്പം ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്ന യാസർക്ക ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ യാസർഖാന്റെ ഒരു അഭിപ്രായം എന്തൊക്കെയായിരുന്നു, നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ എവിടെയാണ് ഒരു ഇന്റർവ്യൂ എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നത്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും യാസർക്ക? ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് യാസർക്ക. എന്നെ കേൾക്കുന്നുണ്ടോ? യാസർക്ക ക്ലിയർ ആണ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് ഒരു മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് കഴിഞ്ഞ് ഓൺ ദ വേ ആണ്. ഇപ്പൊ വണ്ടി സൈഡ് ആക്കിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഒരു കാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പൊ പ്രശ്നമില്ല, നമ്മളിപ്പോഴത്തെ ഒരു കൊറോണ പാൻഡമിക്കിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം വർക്ക് ഫ്രം ഹോമും അതുപോലെ തന്നെ റിമോട്ട് ആയിട്ടുള്ള സിസ്റ്റം ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട്, സിറ്റുവേഷൻ, പ്ലേസ്, സർഫസ് ഇതിനൊന്നും കാര്യമില്ല. ജസ്റ്റ് നമ്മളെ വർക്കിനാണ് മെയിൻ. ഓക്കെ, സോ ഐ തിങ്ക് യു ഗൈസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, എന്ത് പറഞ്ഞാലും നമ്മളുടെ ഈ ഒരു IGWAR എന്ന ഈ പ്രോഗ്രാം അത് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള, അത് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഓരോ വ്യക്തികൾക്കും ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ ടീം ബിഹൈൻഡ് ഇറ്റ്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഫീഡ് ചെയ്യുമെങ്കിലും അത് നമ്മൾ അതിൻ്റെ കറക്റ്റ് പ്രോസസ്സിൽ അല്ലെങ്കിൽ കറക്റ്റ് തോട്ട് പ്രോസസ്സിൽ നമ്മൾ കൊണ്ടുവരാൻ സാധ്യത കുറവാണ്. നമ്മളെപ്പോഴും അത് കാണാൻ എന്താന്ന് പറഞ്ഞാൽ ഓക്കെ ഇന്നത്തെ ദിവസം ഒന്ന് കഴിയുക എന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് നമ്മൾ കാണാം. അത് ഏതൊരു സ്റ്റുഡൻറ്റും അങ്ങനെ തന്നെയാണ് എടുക്കുക. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനത്തെ ഒരു സെഷൻസ് വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടും നമ്മൾ ആ ഒരു ആക്ച്വൽ സിറ്റുവേഷനെ, അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിനെ നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ആ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മളെ തോട്ട് പ്രോസസ്സ് നമ്മൾ അതിനനുസരിച്ച് മാറ്റും. അപ്പൊ അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് കിട്ടാൻ പറ്റുന്ന ഒരു നല്ല ഒരു സെഷനായിട്ട് ഈ IGWAR ഞാൻ കാണുന്നു. അപ്പൊ അതിൽ പങ്കെടുത്ത എല്ലാ ഓരോ കണ്ടസ്റ്റന്റുകളും അവരെല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അതിന്റെ ലാസ്റ്റ് വന്നിട്ടുള്ള 6 ഫൈനലിസ്റ്റുകളും അവരുടെ പെർഫോമൻസ് കണ്ടാൽ മനസ്സിലാകും അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് അവർ ഫൈനലിസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ ഒരാളെ പോലും നമുക്ക് അതിൻ്റെ അകത്തൊരു അവർ വളരെ അല്ലെങ്കിൽ അവർ നമ്മൾ 6 എണ്ണം തികയ്ക്കാൻ വേണ്ടി നമ്മൾ കൂട്ടിച്ചേർത്തു എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എല്ലാവരും അവരവരുടെ ഐഡന്റിറ്റിയിൽ അവരവരുടെ സ്കില്ലിൽ വളരെ നല്ല പെർഫോമൻസ് ആണ് വെച്ചിട്ടുള്ളത്. ആ പെർഫോമൻസിന്റെ മാറ്റുരയ്ക്കലിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ആളാണ് അതിന്റെ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് പറയാം. അതിന്റെ ഡീറ്റെയിൽസ് ഓൾമോസ്റ്റ് ഇൻഷാല്ലാ അതിന്റെ തുടർച്ചയായിട്ട് ആള് ഇവിടെ പറയുന്നതാണ്. ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സിന്റെ എൻഡ് റിസൾട്ട് ആവാം, ചിലപ്പം ഒരു പ്രോസസ്സിന്റെ തുടക്കവും ആവാം. 2 തരത്തിലാണ് ഇന്റർവ്യൂ സാധാരണ വരിക. ഒന്നെങ്കിൽ നിങ്ങൾ ആദ്യം റെസ്യൂം സബ്മിറ്റ് ചെയ്തു, നിങ്ങൾ റിട്ടേൺ ടെസ്റ്റ് നടത്തി, നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കഴിഞ്ഞു, നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി, പിന്നെ ഇന്റർവ്യൂ വരാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഒരു ഇന്റർവ്യൂ കിട്ടും, അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് ഒരു ടാസ്ക് തരും, ചിലപ്പോൾ നിങ്ങളുടെ ഡിസ്കഷൻ ഉണ്ടാവും. ഇതൊക്കെ 2 തരത്തിലാണ്. ഈ 2 സെഷൻ ആയിട്ടാണ് നോർമലി ഒരു ഇന്റർവ്യൂ നടക്കാറുള്ളത്. അങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്യാണ്. ഇഫ് യു ആർ നോട്ട് റെഡി ടു സെൽ യുവർ സെൽഫ്, നോബഡി ഗോണ ബൈ യു. അപ്പൊ നമ്മളെ സെല്ല് ചെയ്യുക. അപ്പൊ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് അവിടെ പ്രസന്റ് ചെയ്യുക. ഇതാണ് ശരിക്കും ഇന്റർവ്യൂ. ഒരു 15, 20, 30 മാക്സിമം ഓഫ് 1 hour എന്ന ഇന്റർവ്യൂ പാനലും ഉണ്ടാവും. ചിലപ്പം 1 day ഫുള്ളായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടാവും, ചിലപ്പോൾ 10 ദിവസത്തെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടാവും, ചിലപ്പോൾ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലുള്ള ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂ പല സെൻസസ് ആയിട്ടുണ്ടാവും. നമ്മൾ ഈ 15 മിനിറ്റ് നമ്മുടെ
ഏറ്റവും നല്ലതിനെ നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കുക. നമ്മളുടെ ഏറ്റവും സിൻസിയർ ആയ ഒരു പോർഷൻ അവിടെ കൊണ്ടുപോയി വെക്കുക. നമ്മളുടെ ലോയലായ ഒരു പോർഷൻ അവിടെ കൊണ്ടുവെക്കുക. നമ്മളുടെ സ്ട്രെങ്ത്തിനെ നമ്മളവിടെ കൊണ്ടുവെക്കുക. നമ്മളെ വീക്ക്നെസ്സിനെ നമ്മൾ നല്ലോണം പിന്നെ സ്ട്രക്ചറൈസ് ചെയ്ത് മാറ്റി നിർത്തുക. ഇതൊക്കെ വെക്കുമ്പോഴാണ് ഒരു ഇന്റർവ്യൂ നമുക്ക് സക്സസ്ഫുൾ ആണ് എന്ന് പറയാൻ പറ്റുക. അപ്പം നമ്മൾ നോർമലി ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ അടിക്കുക ഹൗ ടു അപ്ലൈ ആൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഹൗ ടു പെർഫോം എൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ഐറ്റംസ് വരും. ഇത് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ആളും കണ്ടു കാണും, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന ആളും കണ്ടു കാണും. അപ്പൊ നമ്മളുടെ ഒരു ചോദ്യത്തിന് തിരിച്ചു വരുന്ന ആൻസർ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു പിന്നെ യൂട്യൂബർ ആയിട്ടാണ് മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് ചിലപ്പം പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. നമ്മൾ ഏത് കാര്യം വേണമെങ്കിലും ഏത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് ഗ്രാസ്പ് ചെയ്യാം ടു ദ സറൗണ്ടിങ്. പക്ഷെ നമ്മൾ അത് ഒരാളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പം ഇറ്റ്സ് യുവർ വേർഷൻ, നോട്ട് അനദർ ഗൈസ് വേർഷൻ. ഓക്കെ, നമ്മളിപ്പോൾ ഒരു കോട്ട് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ആ പറയും ഇന്ന ആൾ പറഞ്ഞു എന്ന് പറഞ്ഞൊരു കോട്ട് പറഞ്ഞാലും നമ്മൾ നമ്മളുടെ ഒരു അതിൻ്റെ ഒരു ഐഡിയ നമ്മൾ ചിലപ്പോൾ അവളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യും. നമ്മൾ ഇതിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം അങ്ങനെ ഒരു വെർഷൻ നമ്മുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ കോപ്പിയാണെന്ന് ഇന്റർവ്യൂ പാനൽ മനസ്സിലാവുള്ളൂ. കാരണം ഒരു 50 മിനിറ്റ്സിൽ നിങ്ങൾ അസസ് ചെയ്യാണ്, നിങ്ങളെ കാലിബറേറ്റ് ചെയ്യുന്നില്ല. ദേ ജസ്റ്റ് അസസിങ് യുവർ സെൽഫ്. അവിടെ നിങ്ങൾ പറയുന്ന ഒരു വേർഡ് നിങ്ങളുടെ ആദ്യത്തെ വേർഡിന്റെ കോൺട്രഡിക്റ്റ് ആണെങ്കിൽ അവിടെ തകർന്നു. അപ്പം അങ്ങനെ വരും. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിൽ വേണ്ട ഒരു കാര്യം നമ്മൾ എല്ലാവരോടും ചോദിക്കുന്നതാണ് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറയുമ്പം ഓൾറെഡി നമ്മൾ പേര് പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ നമ്മൾ പേര് പറയേണ്ട ആവശ്യമില്ല ശരിക്കും. അതെന്താ പറഞ്ഞാൽ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചായിട്ട് തോന്നും. നമ്മൾ റെസ്യൂമ് അവരുടെ മുന്നിലുണ്ട്. അപ്പം നമ്മൾ റെസ്യൂമിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് റെസ്യൂമിനെ നമുക്ക് വേണമെങ്കിൽ പോയിന്റ് ചെയ്യാം. ഞാൻ അതിൽ പറഞ്ഞു ഇന്ന് ഒരു കാര്യത്തിനെ കുറിച്ചു. ഇപ്പൊ ചില ആൾക്കാർ നമ്മുടെ ഇന്റർവ്യൂ പാനലിൽ വന്ന 6 വ്യക്തികളും അവരുടെ ഓരോ പ്രോജക്റ്റിനെ കുറിച്ച്, ഇപ്പൊ ചില ആൾക്കാർ ആ പ്രോജക്റ്റിൽ അവർ ക്യാച്ച് ചെയ്ത കാര്യങ്ങൾ നന്നായിട്ട് അവർ ഷോക്കേസ് ചെയ്തു. അവരതിൻ്റെ അകത്ത് പിന്നെ ഏത് രീതിയിലാണോ വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് അവർ ഷോക്കേസ്. അങ്ങനെ നമ്മൾ ഓരോന്നിനെയും പോയിന്റ് ചെയ്യുക. ഒരു ആൾ കേട്ടിരിക്കാവുന്ന ഒരു വെർഷൻ, ഒരു പോയിന്റ്, ഒരു 5 മിനിറ്റ് നിങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് നിങ്ങളെ കേട്ടിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു ഫ്ലോ അതിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ആ സമയത്ത് നമ്മളിങ്ങനെ കുറെ ആലോചിച്ച് പിന്നെ നമ്മളിങ്ങനെ കുറെ ഗ്രാസ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്നല്ല, നമ്മൾ അതിനൊരു പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതാണ് ഞാൻ, ഹു ആം ഐ, ദിസ് ഇസ് മീ എന്ന് പറയാവുന്ന ഒരവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളാണ് നമ്മളെ ഫസ്റ്റ് ആയിട്ട് വരിക. പിന്നെ നോർമലി ആൾക്കാർ ചോദിക്കുക നമ്മളുടെ ഒരു ഏത് ലൈൻ ഓഫ് ആക്ഷൻ ആണ്. നമ്മളൊരു ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു ജോബ് റോൾ ഉണ്ടാവും. ഇന്ന് ഈ സമയത്ത് നമ്മളുടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളൊരു HR കൺസൾട്ടന്റ് ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ജോബ് റോൾ ഉണ്ട്. അപ്പോൾ ആ ജോബ് റോളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ബേസ് പോയിന്റും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവിടെ എൻ്റെ ഇഷ്ടം ഇതായിരുന്നു, ഞാൻ ഈ ഒരു ജോബ് റോളിലേക്ക് വരികയാണ് എന്ന രീതിയിൽ നമ്മൾ ആ ജോബ് നമ്മൾ പിന്നെ എടുക്കാൻ വേണ്ടി നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ആ ജോബ് റോളിൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ്, ബേസ് ആൻഡ് ഹൈക്സ് എല്ലാത്തിനെ കുറിച്ചും നല്ല സ്റ്റഡി നടത്തിയിരിക്കണം. കാരണം ചിലപ്പം ഒരു ജോബിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ പറയാണ്, നമ്മളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ഒരു ജോബുമായി ബന്ധപ്പെട്ട് നമ്മൾ എടുത്തിക്കഴിഞ്ഞാൽ ദ കൺസ്ട്രക്ഷൻ ഈസ് ദ ബേസ് ലൈൻ. അതിൻ്റെ അകത്ത് ഇന്നോവേഷൻ ഉണ്ടാവും, അതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് തോട്ട് പ്രോസസ്സ് ഉണ്ടാവും. അതൊക്കെ അതിൻ്റെ ബട്ടറപ്പിംഗ് പോയിന്റുകളാണ്, അതിൻ്റെ ഗോൾഡ് പ്ലേറ്റിംഗ് മാത്രമാണ്. അതിൻ്റെ ബേസ് എന്താണോ അതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഒരാൾ നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ യു ഷുഡ് നോ ദ ബേസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ കൺസ്ട്രക്ഷൻ. ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നോളജബിൾ ആയിരിക്കണം. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു റെസ്യൂമിൽ വെച്ചിട്ടുള്ള നമ്മൾ അതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ള ഓരോ പോയിന്റും അതിൽ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ആള് ഒരു എക്സ്പേർട്ടി ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹി വിൽ ഹാവ് എ വെരി ഡീപ്പ് ക്വസ്റ്റ്യൻ ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഐറ്റം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അറിയുന്ന ഒരാൾ, അതല്ലെങ്കിൽ പിന്നെ മെഷീൻ ലേണിങ്ങിനെ കുറിച്ച് അറിയുന്ന ഒരാൾ, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീനെ കുറിച്ച് അറിയുന്ന ഒരാൾ, കെമിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ബേസിക് അറിയുന്ന ഒരാൾ, നിങ്ങളുടെ റെസ്യൂമേൽ നിങ്ങളൊരു സെമിനാർ അറ്റൻഡ് ചെയ്തു അതിനെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെച്ചാൽ ഡെഫിനറ്റ്ലി ഹി വിൽ ആസ്ക് വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ആൻഡ് വാട്ട് ഈസ് ദ നോ ഹൗ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെമിനാർ എന്ന് അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ വെറുതെ അറ്റൻഡ് ചെയ്തു, നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കയറി അവിടെ ഇരുന്നു എന്ന് മാത്രമാവും. അതിൽ നിന്ന് ആൾക്കാർ മനസ്സിലാകുക എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ഞാനൊരു ട്രെയിനിങ് കൊടുത്താൽ ഹി വിൽ ബി ദർ ആസ് എ ട്രെയിനി ബട്ട് ഹി വിൽ നോട്ട് ഗ്രാസ്പ് എനിത്തിങ് ഫ്രം ദ ട്രെയിനിങ് എന്ന് അയാൾ മനസ്സിലാക്കും. നിങ്ങൾ അസസ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. പിന്നെ നമ്മൾ നോർമലായിട്ട് വരാമെന്ന് പറഞ്ഞാൽ നമ്മളുടെ പോസിറ്റീവ് ആയിട്ടുള്ള പോയിന്റുകൾ, ദാറ്റ് മീൻ അവർ സ്ട്രെങ്ത്
നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റുകൾ, നമ്മളുടെ വീക്ക്നെസ്. ഇതും ഈ പറയുന്ന പോലെ തന്നെ യൂട്യൂബിൽ നോക്കുമ്പോൾ ഒരുപാട് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസിന്റെ പോയിന്റ് വരും. നമ്മൾ ഇത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് പറയാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരു പോർഷനിലുള്ള ഒരു ചോദ്യം കിട്ടാന്നുള്ളത്, നമ്മൾക്ക് ഇതേ ആൻസർ തന്നെ നമ്മളുടേതായ ഒരു റെസിപ്പി ആക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മളുടെ ടേസ്റ്റിൽ അതിനെ നമ്മൾ മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി 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 ഗുഡ്. കാരണം നമ്മളെയാണ് നമ്മൾ അവിടെ പിന്നെ ഷോക്കേസ് ചെയ്യുന്നത്. വി ആർ നോട്ട് ഗോയിങ് ടു ഷോക്കേസ് ഒരു ഓദറിനെയോ അല്ലെങ്കിൽ ഇലോൺ മസ്കിനെയോ അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സിനെയോ അല്ലെങ്കിൽ വാറൻ ബഫറ്റിനെയോ, ഇവരൊന്നുമല്ല നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത്. നമ്മൾ ഷോക്കേസ് ചെയ്യുന്നത് നമ്മളെയാണ്. സോ ഹു ആം ഐ, ദാറ്റ്സ് മീ എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇയാൾ യുണീക്കാണ്. ഒരാൾക്ക് ഒരാളുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള അയാളുടെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഏത് പൊസിഷൻ അയാൾക്ക് കൊടുത്താലും അയാളുടെ തോട്ട് പ്രോസസ്സ് മാറില്ലെങ്കിൽ ഹി ഈസ് എ വെരി ഗുഡ് ഇൻ ദാറ്റ് തോട്ട് പ്രോസസ്, ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. അപ്പൊ നമ്മൾ അതിനൊരിക്കലും നമ്മൾ ബൈഫോർക്കേറ്റ് ചെയ്യാനല്ല, പക്ഷെ നമ്മൾ അതിനെ അഡാപ്റ്റീവായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ വേവ് ചെയ്യുന്ന ഒരാളാണെന്ന് ഒരിക്കലും ഇന്റർവ്യൂവർ തോന്നില്ല. മറിച്ച് നമ്മൾ അതിനെ കൃത്യമായിട്ട് ചെയ്യും, പക്ഷെ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു പോയിന്റാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സോ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ഇന്റർവ്യൂവിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന റെസ്യൂമാണ് ഫസ്റ്റ് നമ്മളുടെ പിന്നെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള നമ്മൾ എന്താണെന്ന് പറയുന്ന ഒരു കാര്യം. അപ്പൊ അതിൻ്റെ അകത്തുള്ള ഓരോ വേർഡിങ്ങിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മൾ അറിയാത്ത ഒരു വേർഡ് അതിൻ്റെ അകത്ത് ചേർക്കരുത്. ഇപ്പം നമ്മൾ നെറ്റ് നോക്കുമ്പം ശശി തരൂർ പറയുന്ന ഏതെങ്കിലും ഒരു വേർഡിങ് കണ്ടു, അതെടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു പൊക്കോ ഖുറാൻ്റെ എന്നൊരു വേർഡ് കണ്ടു, നമ്മൾ അതെടുത്തിട്ട് റെസ്യൂമിൽ ഇട്ടു. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് മീൻ ബൈ പൊക്കോ ഖുറാൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മേലോട്ട് നോക്കാൻ പാടില്ല. സോ നമ്മുടെ റെസ്യൂമെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആള് നമ്മളായിരിക്കണം. ഇഫ് യു ആർ നോട്ട് വെൽ ഇനഫ് ഇൻ ദാറ്റ് റെസ്യൂമെ, കട്ട് ദാറ്റ് പോർഷൻ ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ, നമ്മൾക്കുള്ളത് മതി. കാരണം റെസ്യൂമെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അതിൽ നമ്മൾ മോശമായി കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കി എത്ര നമ്മൾ വെൽ ഓഫ് ആണെങ്കിലും നമുക്ക് ഒരിക്കലും അവിടെ പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സോ ദിസ് ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ പാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവ് ഉണ്ടോയെന്ന് അറിഞ്ഞ് നിങ്ങളെ ഹയർ ചെയ്യാനിരിക്കുന്ന ഒരാളാണ് ആ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്ന വ്യക്തി. എന്ന് പറഞ്ഞാൽ ഹി വാണ്ട് ടു know whether you are fit for this job or you are unfit for this job. അപ്പൊ അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഒരുപാട് തോട്ട് പ്രോസസ് ഉണ്ടാവും. ചിലപ്പോൾ അയാൾ ഒരു നല്ല ഫ്രണ്ട് ആയിരിക്കും, ചിലപ്പോൾ അയാൾ ഒരു റൂഡ് ബോസ് ആയിരിക്കും, ചിലപ്പോൾ അയാൾ ഒരു വാരിയർ ആയിരിക്കും, ചിലപ്പോൾ അയാൾ ഒരു ബെഗർ ആയിരിക്കും, ചിലപ്പോൾ അയാൾ ഒരു കിങ് ആയിരിക്കും. അയാളുടെ തോട്ട് പ്രോസസ് ആയിരിക്കും അയാൾ നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം ഉണ്ടാവാം. അയാൾ നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ഈ എമോഷൻ കോഷ്യന്റിന്റെ മുകളിൽ കുറെ നേരം ഇരുന്ന് ചോദിക്കും. നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ആട്ടി ഒലയ്ക്കാൻ നോക്കും. എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബിഗിനിങ്ങിൽ തന്നെ നിങ്ങളുടെ ഇമോഷൻ കോഷ്യന്റിനെ അയാൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ഏറ്റവും സ്ട്രെങ്ത് ആയിട്ടുള്ള ടെക്നിക്കൽ പോയിന്റ് പോലും നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാണ്ടായി പോകും. കാരണം നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾ പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ വേവ്ഡ് ആയി പോയി. ഓക്കെ, നിങ്ങൾ ആകെ കൂടെ ഇങ്ങനെ ടെർബുലന്റ് ആയി. അങ്ങനത്തെ ഒരു അവസ്ഥ ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരാൾ നിങ്ങളോട് ഭയങ്കര പിന്നെ ലിബറൽ ആയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ നിങ്ങൾ ഭയങ്കര ഓപ്പൺ ആവും. അപ്പൊ നിങ്ങൾ പറയും ഞാൻ ഒരു കൊല്ലം കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, കാരണം എനിക്ക് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാനാണ് ആഗ്രഹം. അപ്പൊ അയാൾ ഇങ്ങനെ എല്ലാം കേട്ടിരിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ ഇയാള് പിന്നെ ഫ്ലൈ ചെയ്യാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അടുത്ത കൊമ്പിലേക്ക് കളിച്ചാൽ അപ്പൊ ഇയാൾ ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, ട്രസ്റ്റി ആയിട്ട് ഒരു പ്രോജക്റ്റിൽ ഇരുത്താൻ പറ്റില്ല. എല്ലാ കമ്പനിയും ഒരു കൊല്ലത്തേക്കുള്ള പ്രോജക്റ്റ് ആയിട്ടായിരിക്കും വരില്ല, മറിച്ച് അവർ 5-6 വർഷത്തെ പ്രോജക്റ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പം ഒരാൾ നിങ്ങളോട് വല്ലാണ്ട് ലിബറൽ ആവുമ്പോൾ നിങ്ങൾ ഒരുപാട് ഓപ്പൺ ആയിട്ട് കാണിച്ചു കൊടുത്ത് നിങ്ങളുടെ പിന്നെ അവിടുത്തെ ഒരു ഓപ്ഷന് അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കില്ല് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരാൾക്കാർ വന്നിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് റൂഡായിട്ട് നിങ്ങളുടെ ടെക്നിക്കൽ പോയിന്റിനെ അങ്ങോട്ട് ഹിറ്റ് ചെയ്ത് കളയും. ഓക്കെ, ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഒരു പെർട്ടിക്കുലർ എലമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നോളജ് ആയിരിക്കും, പക്ഷെ അയാൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റിന്റെ ദ മോസ്റ്റ് റീസെന്റ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ നിങ്ങളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനൊരു ഉത്തരം ഉണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ കഴിഞ്ഞു, എൻ്റെ ടെക്നിക്കൽ ഇതോടെ തീർന്നു. അങ്ങനെയല്ല, അയാൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് മാത്രം പറയാ, അറിയാത്തത് ഒരിക്കലും നമ്മൾ അവിടെ കയറിയിട്ട് ഇതാണ് അത് എന്ന് പറഞ്ഞേക്കരുത്, മറിച്ച് അറിയാത്ത പറയാം. എന്നതിന് ശേഷം ചിലപ്പം ദ എൻഡ് ഓഫ് ദ ഇന്റർവ്യൂവിൽ അവർ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഡു യു വാണ്ട് ടു നോ എനിത്തിങ് ഫ്രം അസ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ കാര്യങ്ങൾ സാർ ഞാൻ ഇങ്ങനെ ഒരു സാധനം സാറ് പറഞ്ഞപ്പോൾ എനിക്ക് അതെന്താന്ന് മനസ്സിലായാലും സാർ എന്താന്ന് പറഞ്ഞു. അപ്പൊ ചില സമയത്ത് ഇന്റർവ്യൂവർ പറയും ഇറ്റ്സ് ജസ്റ്റ് എ വേർഡ്. ഇപ്പോൾ 3 Idiots സിനിമയിൽ പറയുന്നവർ
പ്രീ-ഗ്രാജുലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വിചാരിക്കും വേറെ എന്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അയാളൊക്കെ തലയാട്ടും. ഓക്കെ, ശരിക്കും അത് ഒരാളുടെ പേരിനെ കൂട്ടി പറഞ്ഞതാണ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഇന്റർവ്യൂർ എന്ന് പറഞ്ഞാൽ അയാൾ നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഓരോ പോയിന്റിനെ അസസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. നിങ്ങളെ ഫുള്ളായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ റാങ്ക്, നിങ്ങളുടെ മാർക്ക്, നിങ്ങളുടെ ടെക്നിക്കൽ ആയിട്ടുള്ള നോളജ് ഒക്കെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കണമെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് സിമെന്റഡ് ആയിട്ട് ഒരു ഫോക്കസ് ആയിട്ട് നമ്മളുടെ ഒരു കരിയർ പാത്തിന്റെ ഒരു നോളജ് നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം. നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞെന്ന് വരില്ല, പക്ഷെ നമുക്കൊരു നോളജ് ഉണ്ടായിരിക്കണം. ഞാൻ ആഫ്റ്റർ ദിസ് ഐ വിൽ ഡു ദിസ്, ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ഡു ദിസ്, ദെൻ ഐ വിൽ ഗോ ഫോർ ദിസ് ഇഫ് ഐ എം ഗെറ്റിംഗ് ദാറ്റ്, അതർവൈസ് ഐ വിൽ ഗോ ഫോർ ദിസ് ഇഫ് ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ് എന്നതിനെ കുറിച്ച് നമുക്കൊരു കറക്റ്റ് പിക്ചർ ഉണ്ടാവണം. ഈ തരം വരുന്ന ചോദ്യങ്ങളാണ് where you want to be yourself in after 5 years, after 10 years, after 15 years. ഈ ചോദ്യം അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പോൾ അവർ പറയും നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോയി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയും എനിക്ക് സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങണം, ഞാൻ അതാക്കണം ഇതാക്കണം എന്നാണ് പറയുന്നതെങ്കിൽ ഇവർ മനസ്സിലാക്കുന്നത് ഈ 5 കൊല്ലം കൊണ്ട് ഈ വ്യക്തി ഈ കമ്പനി തന്നെ നിൽക്കുകയാണ്, ഇയാൾ കമ്പനിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസും എടുത്തുകൊണ്ട് പോകും, എന്നിട്ട് അയാൾ സ്വന്തമായിട്ട് തുടങ്ങും എന്ന് അയാൾ മനസ്സിലാക്കിയേക്കാം. മറിച്ച് നമ്മളുടെ ഒരു ആൻസർ അവരെ വല്ലാതെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താണ്ട് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതാണ് ഇന്റർവ്യൂ. പിന്നെ നമ്മൾ ഈ 6 ആൾക്കാർ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തും ഓരോ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ലി ആണ് അവരിങ്ങനെ അങ്ങനെ. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പെൻഡ് ഓൺ ദ പാനലാണ്. ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് ഗുഡ് മാൻ ബാഡ് മാൻ ആയിരിക്കും. അതിനകത്ത് 2 ആള് നല്ലതായിട്ട് ഹാപ്പിലി ആയിട്ട് നല്ല ചിരിച്ച് സംസാരിക്കുന്ന ആളും ഒരാൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ആളും. ചിലപ്പം ഒരാൾ ഡിസിഷൻ മേക്കർ എന്നുള്ള രീതിയിലായിരിക്കും. പെട്ടെന്ന് ഇന്റർവ്യൂ പാനലിലേക്ക് കയറി വരും, ഓക്കെ ഇതാരാണ്, ഓക്കെ ഇയാളുടെ അടുത്ത് ഈ ചോദ്യം ചോദിച്ചോ എന്നതായോ ഇന്നായോ, നമ്മളുടെ മെന്റൽ സ്റ്റെബിലിറ്റിനെ അവർക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടെർബുലേറ്റ് ചെയ്യും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നതൊക്കെ ആയിരിക്കും ഇന്റർവ്യൂ. പിന്നെ ഓരോ പൊസിഷൻ അനുസരിച്ച് ഓരോ കമ്പനിക്ക് അനുസരിച്ച് ഇന്റർവ്യൂവിന്റെ പാനലും മാറും. സോ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മളെ കമ്പനീനെ കുറിച്ച് നന്നായിട്ടൊരു സ്റ്റഡി നടത്തണം. ഫസ്റ്റ് നമ്മളൊരു ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ ഇത് ഏതാണ് കമ്പനി, എന്താണ് കമ്പനി, അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്താണ്, അവരുടെ ഉള്ളിൽ അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് നോളജ് ഉണ്ടാക്കി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ ഏതൊരു ആസ്പിറൻ്റ് ആയ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഫ്യൂച്ചർ പ്ലാനുകൾ ഉണ്ടാവും. അത് നമ്മൾ കൃത്യമായിട്ട് ബേസ് ലൈൻ ചെയ്തതാണെങ്കിൽ നമ്മൾ അത് കമ്പനിയുടെ ഏതെങ്കിലും ചോദ്യം വരുമ്പം അതിൽ നമ്മൾ അത് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ ഇങ്ങനെ പഠിച്ചതിന് ശേഷം ഞാൻ ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് ചിന്തിക്കും എന്നത് ഇങ്ങനെയൊക്കെ ആക്കും. നിങ്ങളുടെ കമ്പനിക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇതേപോലത്തെ സ്കിൽ ഡെവലപ്മെൻറ്റിന് ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, അപ്പം ചിലപ്പോൾ അവർക്ക് അതുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒരു ഗുണമായി വരും. അപ്പം ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ അകത്ത് വളരെയധികം സൂക്ഷിക്കണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബോഡി ലാംഗ്വേജ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, പ്രസൻസ് ഓഫ് മൈൻഡ്. ഈ 6 ആളുകളുടെയും പ്രത്യേകത, ഈ ഫൈനലിസ്റ്റ് ആയിട്ടുള്ള 6 ആൾക്കാർക്കും നല്ല ലാംഗ്വേജ് ഉണ്ടായിരുന്നു, നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരുന്നു, അവരുടെ ബോഡി ലാംഗ്വേജും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലായിരുന്നു. എന്നാലും നമ്മൾ ഓരോ ദിവസവും നമുക്ക് നമ്മളെ ഇംപ്രൂവ് ചെയ്യാം. ടുഡേ വാട്ട് ഐ ആം ഇസ് നോട്ട് വാട്ട് ഐ ആം യെസ്റ്റർഡേ ആൻഡ് ടുമോറോ വിൽ ബി മൈ ന്യൂ മീ എന്ന് പറയാൻ പറ്റണം. നമ്മൾ ഓരോ ദിവസവും അത് നമ്മൾ എപ്പോഴും നമ്മൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളും അതിന് പഠിക്കാനും ആ രീതിയിലേക്ക് ആവാനുമുള്ള ഒരു ചിന്ത നമുക്കും ഉണ്ടാവും, നമ്മൾ തിരിച്ചങ്ങോട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന പ്ലേസ്മെന്റ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഷോക്കേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് അതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ജോബ് റോളുമായിട്ട് പ്രസന്റ് സിനാരിയോ ഒക്കെ ഒരുപാട് ബന്ധമുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ബേസിസ് ഉള്ള ഒരാൾ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഇപ്പോൾ പ്രസന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, ഇപ്പം മരടിലെ ഫ്ലാറ്റ് പൊളിച്ചതുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എക്കോളജിക്കൽ ആയിട്ടുള്ള ഏതെങ്കിലും നിയമത്തിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ഒരു ജോബ് റോൾ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നീ കാര്യങ്ങളുടെ ചോദ്യങ്ങൾ ഉണ്ടാവും. കെമിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് പോവുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും
പ്രധാനമായി നിൽക്കുന്ന ഇപ്പോൾ ചോദ്യമാണ് എന്തുകൊണ്ട് ഫ്യൂൽ പ്രൈസസിന് ഇങ്ങനത്തെ ഫ്ലക്ച്വേഷൻ വരുന്നു എന്ന ചോദ്യങ്ങളൊക്കെ ചിലപ്പം വന്നേക്കാം. അപ്പം എന്തിനാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു ആൻസർ കൃത്യമായി കിട്ടാനല്ല, നമ്മൾ ഇതിലൊക്കെ പിന്നെ അപ്ഡേറ്റഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മളുടെ ഒരു സ്കില്ലിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്. പിന്നെ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ സ്കില്ലിനെ വർദ്ധിപ്പിക്കാം. ഒന്നിനെയും നമ്മൾ എന്താക്കരുത്, ചെറുതായിട്ട് കാണരുത്. നമ്മൾ ഏത് റൂട്ടീനാണെങ്കിലും നമ്മൾ അതിനെ എപ്പോഴും നല്ലതായിട്ട് കാണാം. നമ്മൾ നല്ല റൂട്ടീൻസ് ആയിട്ട് അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ നമ്മളുടെ മാനറിസം, നമ്മളുടെ ബോഡി ലാംഗ്വേജ് അതൊക്കെ വളരെ ഇതായിരിക്കണം. നമുക്ക് ഉത്തരം കിട്ടുമ്പോൾ അങ്ങനെ മുകളിലേക്ക് നോക്കി കുറേ അത് നോക്കി അതൊക്കെ ഒഴിവാക്കായിട്ട് പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ അരമണിക്കൂർ അല്ലെങ്കിൽ ആ ഒരു മണിക്കൂർ സമയത്ത്, ഓക്കെ എൻ്റെ മുഖത്തേക്ക് ഒരു ലൈറ്റ് വല്ലാണ്ട് വരുന്നുണ്ട്, ഓക്കെ ആ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു നോളജ് ആയിരിക്കും നമ്മൾ അവരുടെ മുമ്പിൽ ഷോക്കേസ് ചെയ്യുന്ന ആ ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും നമ്മൾ ആ കമ്പനിയിൽ എടുക്കണ്ടേന്ന് ആ പാനൽ തീരുമാനിക്കുന്നത്. സോ അബ്സോർബ് ദാറ്റ് നോളജ് ഫ്രം ദ സറൗണ്ടിങ്. ഒരൊറ്റ ഇന്റർവ്യൂ നിന്ന് മാത്രമായിട്ടല്ല, ഒരാളുടെ നിന്ന് മാത്രമായിട്ടല്ല, എല്ലാവരിൽ നിന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളെ ചുറ്റിലുള്ള എല്ലാവരും നമുക്ക് ഓരോരോ ലെസൺസ് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പം ഇന്ന് ഒരു ടീച്ചേഴ്സ് ഡേയുമാണ്. അപ്പം ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ടീച്ചേഴ്സാണ്. നമ്മളെ പഠിപ്പിക്കുന്ന എല്ലാവരും, അമ്മയിൽ നിന്നും തുടങ്ങി ഇന്നോളമുള്ള എല്ലാ ഓരോ വ്യക്തികളും നമ്മുടെ മുന്നിലുള്ള ടീച്ചേഴ്സാണ്. സോ എല്ലാ ടീച്ചേഴ്സും തരുന്ന ടീച്ചിങ് ലെസൺസിനെ നമ്മൾ അബ്സോർബ് ചെയ്യുക. അങ്ങനെ ഒരു നല്ല ഭാവി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. എല്ലാ ടീച്ചേഴ്സിനും ഒരു പിന്നെ ബെസ്റ്റ് ടീച്ചേഴ്സ് ഡേ പിന്നെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു ഓൾ ദ വെരി ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആൻഡ് താങ്ക്സ് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ ടീം IGWAR and team APTICO and team UDSF for this wonderful event, and thank you so much for inviting me, and thank you so much for having me here. Thank you. Bye bye. യാസർക്ക താങ്ക് യു. ഇപ്പം എല്ലാവർക്കും കണ്ടാൽ മനസ്സിലുണ്ടാവും, യാസർക്കൊക്കെ വണ്ടി വരെ സൈഡാക്കിയിട്ടാണ് എത്രക്കും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പം താങ്ക് യു. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അപ്പൊ അടുത്തതായിട്ട് നമ്മുടെ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്ന ഹർഷീദ്ക്കയാണ്. ഹർഷീദ്ക്കാക്ക് ചില സമയത്തിന്റെ പ്രശ്നങ്ങൾ കാരണം ഇവിടെ എത്താൻ പറ്റിയില്ല. ഇത്രയും കഴിഞ്ഞ 2 ദിവസമായിട്ട് ജോലി കഴിഞ്ഞ് നേരെ 7:30 ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കേരളമായിരുന്നു. അപ്പം ഇന്ന് ഹർഷീദ്ക്ക ചെറിയൊരു തിരക്കുള്ളത് കൊണ്ട് ഹർഷീദ്ക്ക ഒരു ചെറിയൊരു ഓഡിയോ ആയിട്ടാണ് അയച്ചിട്ടുള്ളത്. ഹാഫിസ ഓഡിയോ ഒന്ന്. ഹാഫിസ കേൾക്കുന്നില്ലല്ലോടാ? ഇല്ല, ഇനി അതൊന്ന് ഫിഗർ ആയി. നമ്മൾ അപ്പോഴത്തേക്ക് അർജുനേട്ടനുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇന്റർവ്യൂ പാനലിൽ തന്നെയുള്ള അർജുനേട്ടനാണ്. അർജുനേട്ടൻ എനിക്ക് തോന്നുന്നു ഈ അടുത്താണ് മീറ്റർ അലുമിനിയിൽ ഐഡിയാസ് ഒക്കെ പങ്കുവച്ചിട്ട് പോയത്. അപ്പം അർജുനേട്ടനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അപ്പൊ തന്നെ വളരെ ഉത്സാഹപരമായിട്ടാണ് നമുക്ക് ഹെൽപ്പ് ഒക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ അർജുനേട്ടൻ ഹലോ കേൾക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഇതിലേക്ക് വിളിച്ചതിനും എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങാം. യാസിർക്ക വളരെ വ്യക്തമായിട്ട് കുറെ രീതിയിൽ എങ്ങനെയാണ് ഈ പരിപാടികൾ നടന്നത് ആ രീതിയിലുള്ള നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി സമയമൊന്നും എടുക്കുന്നില്ല. ഒരു 10 മിനിറ്റിൽ ഞാൻ പെട്ടെന്ന് ഒരു ബ്രീഫ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സോ പരിപാടി എന്ന രീതിയിൽ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്തിൽ ഇങ്ങനെയൊന്നും നമ്മൾ ദൂരെ നിന്ന് പോലും നോക്കി കണ്ടിട്ടില്ലാത്ത ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ലൈക്ക് ബിടെക്കിന്റെ ടൈമിൽ ഇന്റർവ്യൂ എന്താണ് ആ രീതിയിൽ ചിന്തിച്ചിരുന്ന ടീം ഒരു ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു പുരോഗമന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ല കാര്യമാണ്. അപ്പൊ ഇത് കീപ്പ് അപ്പ് ദ ഗുഡ് വർക്ക്. എല്ലാ സപ്പോർട്ടും നമ്മൾ ഇഷ്ടംപോലെ അലുമിനികളൊക്കെ ഉള്ളതാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇന്റർവ്യൂവിനും ജോലി കരിയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് രീതിയിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് hats off to APTICO and UDSF GCK and especially to Hafiz and Shahid and Sajid Babu സാറിനെ വിസ്മരിക്കുന്നില്ല. സാർ സൈലന്റിലായിട്ടുണ്ട്. സാറിനും എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ പരിപാടി സംഘടിപ്പിച്ചതിന്. ഇനി മറ്റേ നമ്മുടെ ഇന്റർവ്യൂവിലേക്ക് വരികയാണെങ്കിൽ ബേസിക്കലി എല്ലാ കാൻഡിഡേറ്റ്സും വളരെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. സോ ബേസിക്കലി ഞാൻ ഒരു ഔട്ട്ലുക്ക് ആയിട്ട് പറയുകയാണെങ്കിൽ, സോ ബേസിക്കലി how to improve your chances in an interview. So first everything starts from basically your CV. So എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ള അറിയണം.
എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ഒരു ഓട്ടോബയോഗ്രഫി, നിങ്ങളുടെ CV എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ ഓട്ടോബയോഗ്രഫി ഓഫ് യുവർ സെൽഫ്. സോ നിങ്ങൾ ജനിച്ചു മുതൽ നിങ്ങൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു, നിങ്ങൾ അവിടെ എന്തൊക്കെ ചെയ്തു, എങ്ങനെ ചെയ്തു, അപ്പൊ ഈ സാധനങ്ങളെല്ലാം ഒരു ബ്രീഫ് ആയിട്ട് നിങ്ങളുടെ CV-യിൽ ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇവിടെ ജനിച്ചു അവിടെ ജനിച്ചു അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നല്ല. എന്ത് സ്മോൾ പോയിന്റ് ആയാലും ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു CV എത്തുക എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എല്ലാ ബ്ലാങ്ക്സ് ആണ്, എല്ലാ ഇതും നിങ്ങളുടെ നോട്ട് ഡൗൺ ചെയ്യുക. കാര്യം നിങ്ങൾ ജനിച്ചു മുതൽ ഇവിടെ വരെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു. ചിലപ്പോൾ നിങ്ങൾ ഒരു അനാഥാലയത്തിൽ കൊണ്ട് ഒരു ഫുഡ് കൊടുത്തിട്ടുണ്ടോ, അനാഥാലയത്തിൽ പോയി ഫുഡ് കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരു 2ാം ക്ലാസ്സിൽ ഒരു 100 മീറ്റർ റേസിൽ ജയിച്ചിട്ടുണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും ആദ്യമേ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഒന്നും ഇറലവന്റ് അല്ല, അത് ആദ്യമേ മനസ്സിലാക്കുക. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നോട്ട് ഡൗൺ ചെയ്തിട്ട് സപ്പോസ് നിങ്ങളുടെ ഒരു CV-ക്ക് മുമ്പ് നിങ്ങൾക്ക് ഒരു 100 പോയിന്റ്സ് ഉണ്ടാവുമായിരിക്കും. ആ 100 പോയിന്റ്സിനും സപ്പോസ് വൺ ലൈൻ ഈസ് ലൈക്ക് I conducted a technical fest called something and something, and I coordinated this thing. This will be your line of CV point. So for that point you should have like at least one paragraph or 5 lines of data supporting that. Like you ipo oru ആ ഒരു പോയിന്റ് എഴുതി, ആ ഒരു പോയിന്റിൽ നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ആദ്യമേ ആലോചിക്കണം. ഈ പോയിന്റിൽ നിന്ന് എന്ത് വരാം, ആ 10 ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങളുടെ റെഡിമെയ്ഡ് ഉണ്ടാവണം. അപ്പൊ ആ ഒരു രീതിയിൽ വേണം CV ബിൽഡ് ചെയ്യാൻ. CV അല്ലെങ്കിൽ ഒരു കരിക്കുലം വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർവ്യൂ പാനലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അതൊരു എലിമിനേഷൻ മെത്തേഡാണ്. അപ്പൊ ആ CV എപ്പോഴും ഒരു ഐ ക്യാപ്ചറിങ് ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഹാവ് സഫിഷ്യന്റ് ഡേറ്റ. ദിസ് ഈസ് ദ ഫസ്റ്റ് തിങ്. നൗ കമ്മിങ് ടു ഇന്റർവ്യൂ. സോ ബേസിക്കലി ഇന്റർവ്യൂ 2 തരത്തിൽ അല്ലെങ്കിൽ 2 തരത്തിലാണ് ബേസിക്കലി ഉണ്ടാവുക. ഒന്ന് നോർമൽ ഇന്റർവ്യൂ, രണ്ടാമത് സ്ട്രെസ് ഇന്റർവ്യൂ. സോ സ്ട്രെസ് ഇന്റർവ്യൂ ബേസിക്കലി നിങ്ങൾക്ക് ഇപ്പൊ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ പല കമ്പനികളുണ്ട് വിച്ച് ആർ നോൺ ഫോർ സ്ട്രെസ് ഇന്റർവ്യൂസ്. ലൈക്ക് കുറെ കമ്പനികൾ എന്താണെന്ന് വെച്ചാൽ സ്ട്രെസ് ചെയ്ത് ഒരാൾ എന്തോ സ്ട്രെസ് താങ്ങാൻ പറ്റും ആ രീതിയിലും ടെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് റെഗുലർ കമ്പനികൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം ആ രീതിയിലാണ്. അപ്പൊ നോർമലി ഒരു ഫ്രഷർ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഏതൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും അവർ ആദ്യം ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ ഒരു ഫ്രഷറാണ്. സോ വി ക്യാൻ മോൾഡ് ദിസ് പേഴ്സൺ. സോ ഒരിക്കലും അയാൾ വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം തന്നെ ഞാനൊരു എന്താ പറയുക ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിടും, എന്നിട്ട് നിങ്ങളൊരു എഞ്ചിനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പൊ ഞാനൊരു പെൻസിലും പേപ്പറും തരും, നിങ്ങളൊരു പ്ലാൻ വരച്ചു തരുമോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇലക്ട്രോണിക്സിലാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തരും, നിങ്ങളൊരു എൻഡ് പ്രൊഡക്റ്റ് തരും. ആ രീതിയിൽ ആരും ചിന്തിക്കുന്നില്ല. സോ എല്ലാവരും ചിന്തിക്കുന്നത് വെച്ചാൽ യു ക്യാൻ ബി മോൾഡഡ് ഇൻ ടു ദ എൻഡ് പ്രൊഡക്റ്റ്. സോ ഈ മോൾഡ്, സോ that is for a fresher. So if you can be molded, how to evaluate you, that is the second thing. So normally what companies do is like they will have a personality kind of like your communication, ningada communication അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങൾ presence of mind, ഇത് ഒരു 80% or 70% of content will be covering these things. പിന്നെ നിങ്ങളുടെ ഒരു 30% ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് പോവാം. അത് ജസ്റ്റ് നിങ്ങളുടെ ഒരു നിങ്ങൾ ടെക്നിക്കലി സൗണ്ട് ആണോ എന്ന് മാത്രം അറിയാനായിരിക്കും. ഒത്തിരി ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ഡെപ്തിലേക്ക് പോകുന്നത് നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാം ഒരു ഇന്റർവ്യൂ എവിടെ എത്തുന്നു. അപ്പൊ ഇനി നമ്മൾ ഫസ്റ്റ് ആ 70 പാർട്ട് ഓഫ് ദ ഇന്റർവ്യൂയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഏതൊരു ഓൾമോസ്റ്റ് 90% ഓഫ് ഇന്റർവ്യൂ സ്റ്റാർട്ട്സ് വിത്ത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. സോ പലരും വിചാരിക്കും ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ ഒരു സാധനമാണ്. പക്ഷെ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് അതൊരു ഇന്റർവ്യൂവിനെ സ്ട്രക്ചർ ചെയ്യാനുള്ള മാർഗമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഏതൊരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിലും നിങ്ങൾക്കൊരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാവണം ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ. നിങ്ങൾക്ക് 2 രീതിയിലുള്ള ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൽ ഞാൻ എന്ത് പറയാൻ പറ്റും ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. പിന്നെ ഒരു ഷോർട്ടഡ് വെർഷൻ ഉണ്ടാവണം, ഒരു 2 മിനിറ്റിൽ എനിക്ക് തരുവാണെങ്കിൽ അതിൽ ഞാൻ എങ്ങനെ പറയും. അപ്പൊ ഈ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് സ്നിപ്പെറ്റ്സ്, ലൈക്ക് ഞാൻ ഇന്നൊരു ഹോബി ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാത്തൊരു ഹോബി ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഞാൻ ഇന്ന സാധനങ്ങൾ ചെയ്തിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസ് അതായത് ഇന്റർവ്യൂവർ അയാളുമായിട്ട് ഒരു കണക്ട് വേണം. ആ കണക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിനെ എങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഈ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിൽ നിന്ന് നിങ്ങൾ ഡൈവേർട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
ഞങ്ങളൊക്കെ ഞാൻ എൻ്റെ ജോലിക്ക് പോകുന്ന സമയത്ത് ലൈക്ക് എന്ന് പറഞ്ഞ ഇന്റർവ്യൂവിനൊക്കെ ആവുന്ന സമയങ്ങളിൽ അപ്പൊ നമ്മുടെ ഒത്തിരി ഇന്റർവ്യൂകൾ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് 90% ഓഫ് ദ ഇന്റർവ്യൂ നമ്മുടെ ഈ ടെൽ മീ അബൌട്ട് യുവർ സെൽഫിനെ ഡൈവേർട്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന ഇന്റർവ്യൂകൾ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പൺ പോയിന്റ് തരികയാണ് ഇന്റർവ്യൂ പാനൽ, ഈ ഇന്റർവ്യൂ എങ്ങോട്ട് പോകണം. അത് ഇഫ് യു ക്യാൻ ടേക്ക് ദാറ്റ് ഓപ്പർച്യൂണിറ്റി വെൽ ആൻഡ് ഗുഡ്, ഇഫ് നോട്ട് ദെൻ നമ്മുടെ റെഗുലർ അന്നേരം നമ്മുടെ CV ലെവലിലേക്ക് വരും. സോ ഇവിടെയാണ് നിങ്ങൾ CV സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ CV നിങ്ങളുടെ ബൈബിളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ ഗൈഡ് ചെയ്യാൻ പറ്റിയില്ല. സോ ദെൻ കംസ് ദ CV. സോ ഒരു ഇന്റർവ്യൂവർ ഒരിക്കലും ഔട്ട് ഓഫ് ദ ബ്ലൂവിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അയാൾക്ക് ഒന്നെങ്കിൽ അയാൾ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ഏത്, ഇഫ് ഇറ്റ് ഇസ് എ ടെക്നിക്കൽ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് കംഫർട്ടബിൾ, അല്ലെങ്കിൽ രണ്ടാമത് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു റോളിനായിരിക്കും. കറക്റ്റ്. സോ ഇപ്പൊ ഒരു L&T ഒരു കൺസ്ട്രക്ഷൻ റോളിനാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു L&T ഒരു ടെക്നിക്കൽ റോളിനാണ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ MRF ഒരു പ്രൊഡക്ഷൻ റോളിനാണ്. അപ്പൊ ആ ഒരു റോൾ ഡിഫൈൻഡ് ആണ്. അപ്പൊ ആ റോളിലേക്ക് മാത്രമാണ് അയാൾ ആ റോളിന് റിലേറ്റഡ് ഫീൽഡിൽ നിന്ന് ഒന്നുകിൽ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ ഏത് സബ്ജക്റ്റിലാണ് കോൺഫിഡൻറ്റ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. അതും അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ദ ക്വസ്റ്റ്യൻസ് വിൽ കം ഫ്രം യുവർ CV. അപ്പൊ ആ CV ക്വസ്റ്റ്യൻ ചോദിക്കാൻ എന്തെങ്കിലും വേണം. CV ഒരിക്കലും ഒരു നമ്മളൊരു എന്താ പറയാ ഒരു CV ഉണ്ടാക്കണം എന്ന രീതിയിൽ ഒരിക്കലും ഉണ്ടാക്കരുത്. CV നമ്മളെ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന നമ്മുടെ ഒരു മുദ്രപത്രം പോലെ തന്നെ നമ്മൾ കരുതണം. ഈ CV ആണ് നമ്മുടെ ലൈഫ്. ആ രീതിയിൽ നിങ്ങൾ CV കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്ന എല്ലാവരും ഒത്തിരി ഡെവലപ്പ് ചെയ്യാം CV. ആ CV ഷുഡ് ബി യുവർ ട്രൂ റിഫ്ലക്ഷൻ. ബിക്കോസ് ഞങ്ങളിപ്പോ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാനുമായാലും യാസിർക്കായാലും ഹർഷിദക്കായും അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ നിങ്ങളിൽ നിന്ന് കിട്ടിയ ഇൻഫോർമേഷൻസിന്റെ ഒരു 20-25-30% ആണ് നിങ്ങളുടെ CV റിഫ്ലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളപ്പോ ഫുൾ പാക്കേജ് ക്യാൻ കം ഇൻ CV. ഓക്കെ, അതൊരു വേ ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അതൊരു കൺസിഡർ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയായിരിക്കണം ഒരു ഇന്റർവ്യൂവില് നിങ്ങളുടെ തോട്ട് പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയായിരിക്കണം. സോ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോയില് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലോബൽ എക്കണോമിക്കൽ സിനാരിയോ ആൻഡ് കമ്പനി ഗവേണൻസ് പോയിന്റ് ഓഫ് വ്യൂല് ഒത്തിരി കമ്പനികൾ എത്തിക്സിന് ഒത്തിരി വാല്യൂ കൊടുക്കുന്നുണ്ട്. എത്തിക്സിന് എന്തുകൊണ്ട് വാല്യൂ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഒത്തിരി നെഗറ്റീവിന്റെയും ഒരു കമ്പനികൾ ഒരു ചേഞ്ച് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ട് എത്തിക്സിന് ഒത്തിരി വാല്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ കുറെ കമ്പനികൾ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ ഫോർച്യൂൺ കമ്പനികളായ PNGO അല്ലെങ്കിൽ PNG ഒക്കെ ഇപ്പൊ ഹൈ റോളിന് ഇന്റർവ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവര് ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ ഒരു 10 ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ആ 10 ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിലാണ് എന്ത് ചെയ്യും, നിങ്ങൾ ഇപ്പോൾ ഒരു ജൂനിയറിനോട് നിങ്ങളോട് ഇങ്ങനെ പെരുമാറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചെന്ന് വെച്ചോ. ഇതേ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം വേറൊരു രീതിയിൽ ചോദിക്കും. റൈറ്റ് എന്ന് പറഞ്ഞാൽ സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്. അപ്പോൾ നിങ്ങൾ ആ ആൻസർ എങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൻസർ കോൺഫ്ലിക്റ്റ് ആവരുത്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ഇപ്പൊ ഒത്തിരി കമ്പനികൾ വാല്യൂ ചെയ്യുന്ന ഒരു പോയിന്റ് ആണത്. അപ്പൊ അതും നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ നന്നായിട്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തായിരുന്നു. അപ്പൊ അതിന് ഹാറ്റ്സ് ഓഫ് ടു യു ഓൾ. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ആപ്റ്റിക്കോയ്ക്കും ഞങ്ങളെയൊക്കെ വിളിക്കാൻ തോന്നിയ സൈസ്ബാ സാറിനും ഹാഫീസിനും ഷാഹിദിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അർജുൻ ഏട്ടാ. പിന്നെ ഞങ്ങളുടെ കൂടെ ഇന്നുള്ളത് GD ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന മുനവർക്കും ആഷിക്കയാണ്. മുനവർക്ക 2 വാക്ക്. അപ്പോ അർജുനായിട്ട് സംസാരിച്ചു, യാസർക്ക് സംസാരിച്ചു. അപ്പോ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആപ്റ്റിക്കോയുടെ ഈ IGWAR എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോഗ്രാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് ഒരു നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തൊന്നും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതിനെ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് പ്രോഗ്രാം എന്ന് തന്നെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇൻവോൾവ് ആയിട്ട് ഇറങ്ങിയ, നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇറങ്ങിയ ഷാഹിദ് ആയിക്കോട്ടെ, ഹാഫിസ് ആയിക്കോട്ടെ, ടീം ഓൾ ടീം ആദ്യം ഞാൻ ഹാറ്റ്സ് ഓഫ് നൽകുകയാണ്.
പിന്നെ ഞാൻ നിങ്ങളുടെ പ്രോഗ്രാമിൽ GDയുടെ ഭാഗമായിട്ടായിരുന്നു കുറച്ച് ഇന്ററാക്ട് ചെയ്യുകയും നിങ്ങളുടെ നമ്മുടെ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ കൃത്യമായിട്ട് ഒന്ന് അറിയാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു റിട്ടേൺ എബിലിറ്റി ടെസ്റ്റിന്റെ ചില പേപ്പറുകളിലൂടെ കടന്നു പോകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം രണ്ടിലും കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ, ഒരുപാട് കഴിവുകളുള്ള ആളുകൾ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും. നെക്സ്റ്റ് ലെവലിലേക്ക് എത്താനും അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചുകൊണ്ട് ഒരുപാട് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ കഴിയുന്നവരാണ് നിങ്ങളുടെ എല്ലാവരും. ഇതൊരു സ്റ്റാർട്ടിംഗ് സ്റ്റെപ്പാണ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുകയാണ്. അതിൽ റിട്ടേൺ എബിലിറ്റി ടെസ്റ്റിലൊക്കെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല കമ്പനീസിലും നമ്മുടെ ജോബിലേക്ക് കയറി കഴിയുമ്പോൾ അവരൊക്കെ നമ്മുടെ ആദ്യത്തെ ഒരു പ്രൊഫഷൻ പീരീഡ് ആയിക്കോട്ടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ. ഇപ്പം ആദ്യത്തെ കാര്യങ്ങളൊക്കെ യാസൊക്കെ പറഞ്ഞു, യാസൊക്കെയും അതേപോലെ തന്നെ പ്രസിഡന്റൊക്കെ നമ്മളൊരു ഇന്റർവ്യൂ ലെവലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിലൊക്കെ നമ്മൾ ആദ്യം നല്ല രീതിയിൽ ഒരു CV റോൺ ചെയ്തു. അതിനുശേഷം നമ്മൾ നല്ല രീതിയിൽ ഒരു ഇന്റർവ്യൂവിൽ നമ്മൾ പ്രസന്റ് ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ് സ്കിൽസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന റിട്ടേൺ എബിലിറ്റി ആണ്. കാരണം ഒരു കമ്പനി ആദ്യത്തെ സമയത്ത് നമ്മളെ ഒരുപാട് റിട്ടേൺ വർക്ക്സിലേക്കൊക്കെ ചിലപ്പോൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. പല ഓരോ കമ്പനീസിന്റെ നാച്ചുറൽ അനുസരിച്ചാണ്. പക്ഷെ പൊതുവെ അതൊരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് വരും. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അതിനൊക്കെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യുന്നു, ടാക്കിൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സുപ്പീരിയേഴ്സ് നമ്മളെ കൃത്യമായിട്ട് നോക്കുന്നുണ്ടാവും. നമ്മൾ അവരെ എങ്ങനെയാണ് ആ ലോഡ് ഓഫ് വർക്ക്സ് എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് നോക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ റിട്ടേൺ എബിലിറ്റി ഒരു നീഡഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പല കമ്പനീസും അതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അവെയർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി, അതിന്റെ സ്കിൽസ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് റിട്ടേൺ എബിലിറ്റി നന്നായിട്ട് പറ്റും. നല്ല രീതിയിലുള്ള ആർട്ടിക്കിൾസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ചിലത് കോമൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സാധാരണ എഴുതി പോകുന്ന രീതിയിലേക്ക് പോവുക, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻസ് വരിക എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ അതൊക്കെ ഒന്നും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇനി വരുന്ന ഒരു ടൈമിങ്ങിൽ എഴുതി ശീലിക്കുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ പ്രിസൈസ് ആയിട്ട് പോയിന്റിലേക്ക് വരുന്ന രീതിയിലുള്ള റൈറ്റിങ്സ്, കാര്യങ്ങൾ, പുതുതായിട്ടുള്ള വേർഡ്സിനെ ഇപ്പം നിങ്ങളുടെ തന്നെ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ, ആപ്റ്റിക്കോടെ തന്നെ വേർഡ്സിനെ പരിചയപ്പെടുന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിലൊക്കെ ഹെൽപ്പ് ചെയ്യും. അതേസമയത്ത് നിങ്ങളൊരു ഹയർ സ്റ്റഡീസ് ഓപ്ഷനിലേക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ പോലെ ജോബ് ഓപ്ഷൻ അല്ലെങ്കിൽ ആ രീതിയിൽ കരിയർ ഓപ്ഷനിലേക്ക് അല്ലാതെ ഹയർ സ്റ്റഡീസ് ഓപ്ഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിൽ ഒരു പടി അധികമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിട്ടേൺ എബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ. അധികം സമയം എടുക്കുന്നില്ല, നമ്മൾ ഒരുപാട് വൈകിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷനിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആളുകൾ അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കൺവേ ചെയ്തു. ചിലരൊക്കെ നല്ല രീതിയിൽ ശ്രമിച്ചു. പുതിയതായിട്ട് ഈ ഒരു വെർച്വൽ ആയിട്ടുള്ള രീതിയിൽ നടത്തിയിട്ടുണ്ടായിരുന്ന എല്ലാ ലിമിറ്റേഷനെയും ഓവർകം ചെയ്യാൻ വരെ അവർ അവരുടേതായ രീതിയിൽ ശ്രമിച്ചു. ഹാറ്റ്സ് ഓഫ് ദ ഹോൾ ടീം. 12 പേർക്കും, അതായത് GDയിൽ പങ്കെടുത്ത 12 പേർക്കും ഹാറ്റ്സ് ഓഫ്. അതേപോലെ തന്നെ റിട്ടേൺ എബിലിറ്റി ടെസ്റ്റ് നന്നായിട്ട് നിങ്ങളുടെ കഴിവുകളും കാര്യങ്ങളൊക്കെ കാണിച്ച എല്ലാവർക്കും, അതേപോലെ കംപ്ലീറ്റ് ടീമിനും കൃത്യമായിട്ട് ഒരു ഹാറ്റ്സ് ഓഫ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്. സജിത് ബാബു സാർ ഉണ്ട് ഇവിടെ. സജിത് ബാബു സാറിന് പ്രത്യേകം ഒരു അധ്യാപക ദിന ആശംസകൾ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അപ്പം അടുത്തതായിട്ട് ഹാഫിസ്, നമ്മുടെ ഹർഷീദ് ഖാന്റെ ആ ഒരു വോയിസ് നമുക്കൊന്ന് വെച്ച് നോക്കാലോ. ഹർഷീദ് ഖാൻ എന്ന് പറയുന്ന നേരം റീച്ചാലിന്റെ റെസ്യൂമേക്ക് വേണ്ടിയിട്ട് മാത്രം ഏകദേശം 1-2 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. Hi everyone, myself Harshit, 2006 Chemical, GC Calicut. First of all, I would like to thank Team Aptico for giving us such a good opportunity for the first time, and wish all the participants a happy and prosperous future. This willingness of this group of students to make sacrifices for others, really it is commendable. We encountered of course 6 tigers who crossed the 5 crossings and reached the interview final session. What I could say about them, the engineers who are going to be known in the world, perhaps in the next 10 years, are capable of all levels. And best wishes. We mainly try to evaluate 5 different abilities: communication skill, body language, clarity of thought and presence of mind, emotional quotient, and career goal. We cannot say that anything is final, only that we try to do maximum justice to them. And of course, engineers are the only category in the world that does not have value on the basis of salary. Actually, this talent and dedication determines their value and income. We cannot say any range. Okay, and job is not just about making money. Being part of a team, a recognition,
additional training opportunities, etc., etc. So it does not make sense to hire smart people and then tell them what to do. We hire smart people so they can tell us what to do. The words of Steve Jobs. Congratulations once again for the excellent performance of all. May there may be more achievements in career as well as in life. I really apologize for the inconvenience for today's live session. See you live next time. Thank you all. അടുത്തതായിട്ട് ഞങ്ങളുടെ കൂടെ ഉള്ളത് ആഷിക്കയാണ്. ആഷിക്ക. സോ ഹലോ എവ്രി വൺ. എത്ര പേർക്ക് എന്നെ അറിയാമെന്നറിയില്ല. എന്തായാലും GD പങ്കെടുത്തവർക്ക് എന്നെ അറിയാം. പിന്നെ കോളേജ് GCKയിലുള്ള കുറച്ച് പേർക്കെങ്കിലും എന്നെ അറിയായിരിക്കും. ഞാൻ 2019 പാസ് ഔട്ട് ആണ് അവിടെ നിന്ന്, അലുമിനിയാണ്. ഇപ്പോൾ MBA ചെയ്യുന്നു IIM അമൃത്സറിൽ. അപ്പോൾ ഞാനിനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. യാസർക്കെ മുനവർക്ക് ഏകദേശം നിങ്ങളെ അറിയിക്കേണ്ടതൊക്കെ എല്ലാം പറഞ്ഞു തന്നെന്ന് വിചാരിക്കുന്നു. ഞാൻ മൊത്തം കേട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് വേണേ ഒരു ടിപ്സ് പോലെ പറയാം. ഇപ്പൊ ഇന്റർവ്യൂ ഓവർ സെക്ഷൻ ഞാൻ GD ജസ്റ്റ് പറയാനാണെങ്കിൽ മിക്കവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നം കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അപ്പൊ ഇന്റർവ്യൂവിനാണേലും GDക്കാണേലും. അപ്പോ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അത്രയ്ക്ക് അധികം ഇല്ലാന്നും പറഞ്ഞ് നിങ്ങൾ വറിയിടാവേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പം സപ്ലൈ ചെയിനിലോ സർവീസ് ചെയിനിലോ ഏറ്റവും കസ്റ്റമറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ഓഫ് കോഴ്സ്, അതായത് ഇത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവ് വേണം, അത് ഡെവലപ്പ് ചെയ്തെടുക്കണം. പക്ഷെ അതിൽ കൂടുതൽ ഇപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റോളിനനുസരിച്ചുള്ള സ്കില്ല് നോളജ് ഇൻഡെപ്ത് ആയിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ അതിലുപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ GDക്കാണേലും അതെ, നിങ്ങൾ ഒരു GDക്ക് ഇരിക്കുമ്പം ഒരു 70-80% ടൈമും നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അത് നല്ലൊരു GD ആണ് നടത്താൻ അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ അങ്ങനത്തെ ടോപ്പിക്കേ തരത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത ടോപ്പിക് ആയിരിക്കും അവർ ഇട്ട്. അപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, നിങ്ങൾ ഒരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമാണ് ഒരു GD കൊണ്ട് ഉദ്ദേശിക്കുക. ഇന്റർവ്യൂവിനാണേലും നിങ്ങൾ ജസ്റ്റ് ഒരു ആവറേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞു. ഇപ്പൊ എനിക്കറിയാം, അത് ഞാൻ എക്സാമ്പിൾ പറയാം. ബൈജൂസിൽ കഴിഞ്ഞ കൊല്ലം GD നടത്തിയപ്പോ സിബിൻ എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ ബാച്ചിലുണ്ടായിരുന്നത്. അപ്പം ഈ GD നടത്തുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് GD ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരുന്നു. പക്ഷേ ഇവന് ഇംഗ്ലീഷ് അല്പം വീക്കാണ്. അതുകൊണ്ട് ഇവൻ ഇടയ്ക്ക് മലയാളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കുറെ കാര്യങ്ങൾ മലയാളത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്നിട്ട് അവൻ സെലക്ട് ആയി. അപ്പോൾ അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അവര് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇംഗ്ലീഷിൽ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അവന്റെ പ്രസൻസ് ഓഫ് മൈൻഡ്, അവൻ പറഞ്ഞ കാര്യങ്ങൾ അവൻ എത്തിക്കാൻ പറ്റുമെന്ന് മാത്രമാണ് അവർ നോക്കിയത്, അവൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പം മെയിനായിട്ട് ഇവർ ഇതാണ് നോക്കുന്നത്. പിന്നെ നിങ്ങൾ ഒരു പ്രത്യേക റോൾ, ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള റോളിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ആ നോളജ് നന്നായിട്ടുണ്ടാവണം. അവരെങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാലും അതിൽ പറയാനുള്ളൊരു കഴിവ് വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ ഒരു ഇന്റർവ്യൂ ഇരിക്കുകയാണെങ്കിൽ എന്തായാലും ആദ്യം പോകുന്ന ഒരാളെ സംബന്ധിച്ച് അത് ബുദ്ധിമുട്ടാണ്. അതായത് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താ ചോദിക്കാൻ. പക്ഷെ നിങ്ങൾക്ക് ഇന്റർവ്യൂ പാനൽ ആരാണെന്ന് അറിഞ്ഞാലോ അല്ലെങ്കിൽ കമ്പനിയെ കുറിച്ച് എന്തായാലും നിങ്ങൾ നേരത്തെ അന്വേഷിച്ചിരിക്കണം. ജസ്റ്റ് റാൻഡായിട്ട് അവരുടെ സൈറ്റിൽ കയറിയാലും എങ്ങനെയാണെങ്കിലും കമ്പനിയെ കുറിച്ച് ഒരു ജനറൽ ഐഡിയ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കി വെച്ചിരിക്കണം. ഇപ്പൊ ഇവിടെ നടന്ന ഇന്റർവ്യൂവിന് അത് സാധിക്കില്ല, കാരണം അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ അല്ല. നിങ്ങളൊരു ജോബിന് വേണ്ടി ഇരുന്നില്ല, എങ്ങനെ നടത്തിയെന്ന് എനിക്കറിയില്ല, ജോബിന് വേണ്ടി ഇരുന്നില്ല. ഇപ്പം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കിയിട്ടുണ്ടാവും ഇവിടുത്തെ. ഒരു കമ്പനിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കമ്പനിയെ കുറിച്ച് ഒരു കുറച്ചു നേരം ഇരുന്ന് എന്താണ് ചെയ്യുന്നത്, എങ്ങനത്തെ കാര്യങ്ങളാണ് അവർ, ബിസിനസ് എന്താണെന്ന് നിർബന്ധമായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. അതുകൂടാതെ ഇന്റർവ്യൂ പാനൽ ആരാണ്, അവർ ഏത് ഡൊമൈനിലാണ് സ്കിൽ ഉള്ളത്, അപ്പൊ നിങ്ങൾ ആ ഡൊമൈനിൽ കുറച്ച് അന്വേഷിക്കണം. കുറച്ച് സംസാരിക്കാൻ, ഇത്തിരി ആദ്യമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നിങ്ങളൊന്ന് റിസർച്ച്, ഒരു എന്താ പറയുക, ഒരു 10 മിനിറ്റ് നോക്കിയാൽ മതി. അത്യാവശ്യം ഇപ്പൊ കറണ്ട് ടോപ്പിക് എന്താണ് നടക്കുന്നത് അത് നോക്കി വെക്കണം നിർബന്ധമായിട്ട് ഇന്റർവ്യൂവിന് കയറുന്നതിനുണ്ട്. പക്ഷേ അങ്ങനത്തെ ഒബ്വിയസ്ലി അങ്ങനത്തെ സമയം നിങ്ങൾക്ക് എല്ലാം മൊത്തത്തിൽ നോക്കാൻ പറ്റത്തില്ല. അപ്പൊ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ പതറിപ്പോവും, സ്വാഭാവികം. എന്നാലും നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ CV ആയിട്ട് ബന്ധപ്പെട്ട് മിനിമം അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ തന്നെ നിങ്ങളെ കുറിച്ച് CV-യിൽ എഴുതിയിരിക്കുന്ന കാര്യത്തിൽ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ സത്യം നിങ്ങൾക്ക് യോഗ്യത ഇല്ലെന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം.
അപ്പോൾ ഒരു CV നിങ്ങൾ എഴുതുമ്പോൾ ആലോചിക്കുക, ഇതിനെക്കുറിച്ച് എനിക്ക് അത്രയ്ക്ക് നന്നായിട്ട് അറിവുണ്ട്, അങ്ങനെയാണെങ്കിൽ മാത്രം എഴുതുക. അല്ലാണ്ട് വെറുതെ പേജ് തയ്ക്കാൻ വേണ്ടി നിങ്ങളുടെ CV-യിൽ ഒരു കാര്യം എഴുതി വെക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ അവസാനം തിരിച്ചടിയാവും. CV-യിലുള്ള കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അത്രയ്ക്ക് നന്നായിട്ട് പറയാൻ പറ്റണം. ഇപ്പൊ ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളാരും വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ മുക്കാലോളം പേര് ശ്രദ്ധിക്കാറില്ല, അത് വളരെ സത്യമാണ്. പക്ഷെ വർക്ക്ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് കിട്ടിയില്ലെങ്കിലും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് മുന്നേ ആ വർക്ക്ഷോപ്പിന്റെ ടോപ്പിക്കിനെ കുറിച്ച് നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് വേണം കയറാൻ. കാരണം ആ നിർഭാഗ്യവശാൽ ആ ഒരു ഡൊമൈനിലുള്ള ബന്ധമുള്ള ഒരാളാണ് ഇന്റർവ്യൂ പാനൽ ഇരിക്കുന്നതെങ്കിൽ അയാൾക്ക് നന്നായിട്ട് ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ വെറുതെ ബ്ലഫ് ചെയ്താണ് അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കുറിച്ച് തന്നെ CV-യിൽ എഴുതിയിരിക്കുന്നത് അവനറിയത്തില്ല. പിന്നെ എന്തിന് ഞങ്ങൾ എടുക്കണം എന്നുള്ളൊരു ഒബ്വിയസ്ലി ആർക്കും ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോ അങ്ങനത്തെ അതായത് CV-യിൽ ആലോചിച്ച് മാത്രം എഴുതുക, എഴുതുന്നതിനെ കുറിച്ച് നല്ല അറിവുണ്ടാവുക. പിന്നെ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. മിക്ക കാര്യങ്ങളും മുന്നോറൊക്കെ ആശ്രയിക്കാൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ കുറച്ചവരെ കേട്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ചല്ല ജസ്റ്റ് പറയാനുള്ളത്, ടീം ആപ്റ്റിക്കോയ്ക്ക് ഒരു അഭിനന്ദനമാണ്. അതായത് ഞങ്ങൾ കോളേജിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നടത്താൻ പറ്റാവുന്ന കുറെ നല്ല കാര്യങ്ങളാണ് ആപ്റ്റിക്കോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ആ ടീമിന് എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. ഇനിയും നല്ല നല്ല ഇതുപോലത്തെ പ്രോഗ്രാമുകൾ നടത്താൻ പറ്റട്ടെ എന്ന് ആശംസ. അത്ര എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു അഷിക. പിന്നെ ഇനി ഞങ്ങൾ ഇന്നത്തെ ഈവന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഘടകത്തിലേക്ക് കടക്കാം, ഇതിന്റെ വിന്നറിനെ പ്രഖ്യാപിക്കാം എന്നുള്ളതിന്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഇന്ന് ടീച്ചേഴ്സ് ഡേ ആണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സജിത് ബാബു സാറിന് എന്താണെന്ന് പറയാനുള്ളതെന്ന് കൂടി നോക്കാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അധ്യാപക ദിനത്തിൽ ഇത്രയും നല്ലൊരു പരിപാടി നടത്തുകയും ആദ്യം തന്നെ ഞാൻ ഈ അധ്യാപക ദിനത്തിൽ എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ ഓർക്കുന്നു. ഒപ്പം ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ അറിവ് തന്ന ചിലപ്പോൾ ഒരുപക്ഷെ അധ്യാപകരൊക്കെ കൂടുതൽ എൻ്റെ വിദ്യാർത്ഥികൾ തന്നെയാവും. അവരാണ് എൻ്റെ ശക്തിയും എൻ്റെ ബലവും. അവരെയും ഞാൻ എല്ലാവരെയും ഈ അധ്യാപനത്തിൽ ഓർക്കുന്നു. ഒപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു പരിപാടി ഞാൻ പല പ്രാവശ്യമായിട്ട് ഹാഫീസിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് IGVAR എന്താന്ന് വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ആദ്യം ഒന്നും എന്താ മനസ്സിലായില്ല. പിന്നെ അവൻ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഇത്രയും നല്ലൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഹാഫീസും ഷാഹിദും എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും അവര് ഇതിനൊരു നല്ല അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, അലുമിനി നമ്മൾ എന്തിനു വിളിച്ചു കഴിഞ്ഞാൽ അവർ കൂടെ ഉണ്ട്. എനിക്കത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ഇതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ പല ആളുകളും ചോദിച്ചിട്ടുണ്ടാവും എൻ്റെ അടുത്ത്, സാറ് മെക്കാനിക്കൽ അല്ലേ, പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ള ആളുകളുടെ ഒക്കെ ഇത്രയധികം അറിയുന്നതെന്ന്. കാരണം യാസർ സിവിലാണ്, അതേപോലെ അർഷദ് കെമിക്കലാണ്, പിന്നെ അഗെയിൻ നമ്മുടെ മുനവർ അപ്ലൈഡ് ആണ്, ബാക്കി രണ്ടുപേരും മെക്കാനിക്കലുള്ളൂ, അർജുനും ആഷിക്കും. എന്നിരുന്നാലും എല്ലാവരോടും നല്ല ബന്ധമുണ്ട്. ഈവൻ കോളേജിലാണെങ്കിലും എല്ലാ സ്റ്റുഡൻസിൻ്റെ അടുത്തും കഴിയുന്നത്ര സ്റ്റുഡൻസിനോടൊക്കെ നമ്മൾ ബന്ധം സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ പക്ഷെ ഇവര് പറയുന്നത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ ഈ ടീം ആപ്റ്റിക്കോനെ കുറിച്ച് കേൾക്കുമ്പോൾ ശരിക്കും അഭിമാനം തോന്നി. വളരെ നല്ലൊരു കാര്യം. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലാണ് അവർ ഈ പരിപാടികളൊക്കെ ഓർഗനൈസ് ചെയ്തത്, കണ്ടക്ട് ചെയ്തത്. എല്ലാം പരിപാടികളും നല്ല ഭംഗിയായി അവസാനിപ്പിച്ചു. പിന്നെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഞാൻ കേട്ടു. അതും വളരെ അവർക്ക് എന്താണോ ഇതിന്നുള്ള അവർക്ക് തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എന്താ പറയുക, അവർക്കും അതായത് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും, വിന്നേഴ്സിന് മാത്രമല്ല തുടക്കം മുതൽ പങ്കെടുത്ത എല്ലാവർക്കും, അതേപോലെ ഫൈനൽ റൗണ്ടിലെത്തിയ 6 പേരെ പ്രത്യേകം കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു. ആൻഡ് അഗെയിൻ ഇതിലുള്ള വിന്നറെ സ്പെഷ്യൽ കൺഗ്രാറ്റുലേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ സമയമായതുകൊണ്ട് ഇനി വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജഡ്ജസിനെ തന്നെ ക്ഷണിക്കുകയാണ്. കാരണം ജഡ്ജസാണ് ഇതിൻ്റെ വിന്നേഴ്സിനെ പറയേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരെന്നോട് വിന്നേഴ്സിനെ പറയാൻ പറഞ്ഞു, അനൗൺസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവരാണ് അതിന് വിന്നേഴ്സിനെ പ്രഖ്യാപിക്കേണ്ടത്. അതുകൊണ്ട് ജഡ്ജസ് ആരെങ്കിലും വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ടീമിനും അതേപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നമ്മുടെ അലുമിനിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായിട്ട് നമുക്ക് വിന്യാസിനെ പ്രഖ്യാപിക്കാൻ യാസർ ഖാൻ വിന്യാസിനൊന്ന്. ഓക്കെ, താങ്ക് യു. എന്തായാലും താങ്ക് യു സജിത് ബാബു സാറ് ഞങ്ങൾക്ക് പിന്നെ സാറുമായിട്ടുള്ളൊരു പരിചയം എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ വലിയൊരു പരിചയമാണ്. പഠിക്കുന്ന സമയത്ത്
മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത്, പിന്നെ എൻ്റെ വാപ്പായുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തെന്ന നിലയിൽ, അങ്ങനെ പല അർത്ഥത്തിലും സാറുമായിട്ട് പരിചയമുണ്ട്. നമ്മുടെ കോളേജിലുള്ള പല അധ്യാപകരുമായിട്ടുള്ള പരിചയവും ആ രീതിയിൽ തന്നെയാണ്. ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് അവർ എന്തുകൊണ്ട് പരിചയം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒരു അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി നമ്മുടെ അധ്യാപകരെല്ലാവരും ഒരു നല്ല വിദ്യാർത്ഥിയും കൂടെയാണ് എന്നതാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഒരു അധ്യാപകൻ എന്ന മാത്രം രീതിയിലാവുമ്പം പഠിപ്പിക്കുക എന്ന ഒരൊറ്റ കൺസെപ്റ്റും, ഒരു വിദ്യാർത്ഥി എന്നുകൂടി ചിന്തിക്കുമ്പോൾ പഠിക്കുക എന്നൊരു കൺസെപ്റ്റും കൂടി വരുമ്പോൾ എന്നും ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയായി നിൽക്കും. അപ്പൊ വിദ്യാർത്ഥികളെല്ലാവരും പരസ്പരം ഒരു കണ്ണിയിലെ ഒരു ചങ്ങലയിലെ കണ്ണികളാണല്ലോ. അപ്പം സാറുമായിട്ടുള്ള പരിചയം അതാണ്. അതുകൊണ്ടാണ് സാറ് വിളിക്കുമ്പോൾ ഒരു അധ്യാപകൻ വിളിക്കുന്നതിനേക്കാൾ ഉപരി ഒരു മൂത്ത ജ്യേഷ്ഠൻ വിളിക്കുന്ന ഒരു പ്രതീതിയോടുകൂടി വരാൻ തോന്നുന്നതും ഒരു ഹെസിറ്റേഷൻസ് അതിൽ തോന്നാത്തതും. അപ്പം സാറിനൊരു സ്പെഷ്യൽ താങ്ക്സ്. എല്ലാ അധ്യാപകർക്കും, ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഞാനൊരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട്, പിന്നെ ഇതിലെ വിന്നേഴ്സിനെ പ്രഖ്യാപിക്കാനുള്ള ഒരു കർത്തവ്യം എനിക്ക് തന്ന ടീമിനോട് ഞാനൊരു നന്ദി പറയുന്നു. ഒരു വിന്നേഴ്സിനെ പറയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ ആ പ്രോഗ്രാം ഇവാലുവേറ്റ് ചെയ്ത ആളുകൾ പറയണമെന്നാണ്. പക്ഷെ നമ്മുടെ ഇന്റർവ്യൂ മാത്രം ഇവാലുവേറ്റ് ചെയ്യുകയായിരുന്നു. നമുക്കിതിൽ റെസ്യൂമെ, ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ റിട്ടേണബിലിറ്റി, GD, ഇന്റർവ്യൂ, ഈ ഗ്രേഡ്സ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം വളരെ എളുപ്പത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഇതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സ്ലൈഡ് ഇതിലൊന്ന് ഷോ ചെയ്യാൻ പറ്റുമോ? വിന്നേഴ്സിൻ്റെ സ്ലൈഡ് ഒന്ന് ഷോ ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം. നമുക്ക് 3 പ്രധാന ആൾക്കാരാണ്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ആൻഡ് ദ ഫോർത്ത് ഈസ് ഷെയർഡ് ബൈ ദി അതർ 3 കാൻഡിഡേറ്റ്സ്. ഓക്കെ, സോ ഹഫീസ് ആ ഒരു സ്ലൈഡ് അതിലൊന്ന് ഷോ ചെയ്താൽ എല്ലാവർക്കും പിന്നെ വിസിബിൾ ആയിരിക്കും. അറ്റ് എ ഗ്ലാൻസിൽ അതൊരു പിന്നെ പ്രസന്റബിൾ പ്രസന്റേഷൻ ആയിരിക്കും. ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ആ സ്ലൈഡ്? ഓക്കെ, അപ്പോൾ കൺഗ്രാജുലേഷൻ ഓൾ ദ വിന്നേഴ്സ്. നമ്മളുടെ ലാസ്റ്റ് 4ാം സ്ഥാനം 3 പേര് ഷെയർ ചെയ്തിരിക്കുകയാണ്. അത് ഇന്ദുഷ ധർമ്മൻ, GC കോഴിക്കോട്, അതുപോലെ തന്നെ ലക്ഷ്മി P, GC കോഴിക്കോട്, സാന്ദ്ര സജി, GC കോഴിക്കോട്. കൺഗ്രാജുലേഷൻ വിന്നേഴ്സ്. And the second runner-up to Samantha Kottakkal, Saint Lights CE Kottayam. And the first runner-up, Mr. Anun M. Shajin, GEC Thrissur. And the winner of the show, Fatima Sanapi, GEC Kozhikode. Congratulations all the winners. നിങ്ങൾ ഓരോരുത്തരും ഒന്നിലൊന്ന് മെച്ചമായിരുന്നു. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവരും അൺമ്യൂട്ട് ആക്കിയിട്ട് ജസ്റ്റ് ഗിവ് എം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. കാരണം ഒരിക്കലെങ്കിലും നമ്മൾ എല്ലാവരും ഇവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീൽ കിട്ടാൻ ജസ്റ്റ് അൺമ്യൂട്ട് യുവർ സെൽഫ് ആൻഡ് ഗിവ് ഹിം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ആ നോയ്സ് വന്നോട്ടെ, നോ ഇഷ്യൂസ്. ഓക്കെ, നമ്മൾ വിർച്വൽ ആണെങ്കിലും ഓക്കെ, എന്തായാലും അവർ അർഹിക്കുന്ന തന്നെയാണ്. ഓരോ വിന്നേഴ്സിനും അവർ അവരുടേതായ ഒരു മേഖലയിൽ, അവരുടെ എല്ലാ മേഖലയിലും അവർ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ക്യുക്ക് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ജോബ് റോളിൽ നിൽക്കുകയാണെങ്കിൽ ആ ജോബ് റോളിന് നമ്മൾ ഏത് തരത്തിലുള്ള പിന്നെ ഡിസ്കഷൻസ് വന്നാലും നമ്മൾ ജോബ് റോളിനെ വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ ഷോക്കേസ് ചെയ്യണം. നമ്മൾ ഒരിക്കലും പിന്നെ ബൈഫോർക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. സോ ദിസ് ഇസ് ദ മെയിൻ തിങ് ഇൻ എൻ ഇന്റർവ്യൂ. നമ്മുടെ അർജുൻ പറഞ്ഞ പോലെ തന്നെ തുടക്കത്തിലെ 10 ചോദ്യങ്ങളുടെ ഉത്തരം തന്നെ ആയിരിക്കണം അവസാനത്തിലെ 10 ചോദ്യങ്ങളുടെ ഉത്തരം. ഞാൻ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. സോ കൺഗ്രാജുലേഷൻ ടു ഓൾ വിന്നേഴ്സ്. Keep it up and be a part of future endeavors. Okay, thank you so much. Thank you യാസർക്ക. അടുത്തതായിട്ട് ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഹാഫിസ് ഒന്ന് ക്ഷണിക്കാണ്. ഹാഫിസ് എന്ന് പറയുന്ന ഇത് തുടങ്ങിയ ദിവസം മുതൽ ഇതിന്റെ പോസ്റ്റേഴ്സും പിന്നെ അതിന്റെ ഒക്കെ വേണ്ടിയിട്ട് ആള് ഉറക്കമില്ലാണ്ട് പണിയെടുത്ത ആളാണ്. അപ്പം ഹാഫിസിന്റെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഹാഫിസിനെ നന്ദി പറയാൻ വിളിക്കുന്നു. കഴിഞ്ഞ 15 ദിവസമായി കോളേജിൽ നിന്ന് 47 പാർട്ടിസിപ്പൻസ് ആണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർക്കെല്ലാം എന്റെയും ടീം ആപ്റ്റിക്കോന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത് നമ്മുടെ അലുമിനീസിനെ കുറിച്ചാണ്. നമ്മൾ ഓരോ സ്റ്റേജിലും പല അലുമിനീസിനെ കൊണ്ടാണ് നമ്മുടെ ഇവന്റ്സിന്റെ വാല്യുവേഷനും ജഡ്ജ്മെന്റും ഒക്കെ നടത്തിയത്. സഹൽക്ക, ആഷിക്ക, മോഹൻ രാജേട്ടൻ, മുനവർക്ക, അനിയേട്ടൻ, ഹർഷീദ് ക, യാസിർ ക, അർജുനേട്ടൻ, ഇവരുടെ ഓരോ പ്രസൻസുമാണ് നമ്മുടെ ഈ പ്രോഗ്രാം നല്ലൊരു രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ഇവർക്കൊക്കെ ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ച് നമ്മൾ ആപ്റ്റിക്കോന്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞ നിമിഷം മുതൽ
പരിപാടി അവസാനിക്കുന്നത് വരെ ഓരോ സ്റ്റേജിലും എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അവർ വ്യക്തമായി പറഞ്ഞു തന്നു. എടുത്തു പറയാനുള്ളത്, ഇതിൽ ഓരോരുത്തരും ജോലി തിരക്കിന്റെ ഇടയിലാണ് നമുക്ക് വേണ്ടി സമയം മാറ്റിവെച്ചത്. ഇപ്പോ തന്നെ ഹർഷീദ് ക, അനിയേട്ടൻ, മോഹൻ രാജേട്ടൻ ഇവരൊക്കെ വർക്ക് സൈറ്റിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ കഴിയാതെ വന്നത്. പിന്നെ യാസിർ ക, നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ജോലി കഴിഞ്ഞ് തിരിച്ചു പോവാണ്. അപ്പൊ കാറിലിരുന്നുകൊണ്ടാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തത്. ഇത്രയും നമുക്ക് വേണ്ടി എഫേർട്ട് എടുത്ത നമ്മുടെ അലുമിനിയസിന് എന്റെ പേരിലും ടീം ആപ്റ്റിക്കോന്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഹർഷീദ് ക, ഞങ്ങൾ ആദ്യം 1K ആണ് പ്രൈസായി ഡിക്ലെയർ ചെയ്തത്. എന്നാൽ അതിലേക്ക് ഇന്റർവ്യൂ പാനലിന്റെ വക ഒരു കോംപ്ലിമെന്റ് ആയി 2K കൂടെ ആഡ് ചെയ്ത് ഇനിയും ഇത്തരത്തിലുള്ള പ്രോഗ്രാം നടത്താൻ നമുക്കൊരു പ്രചോദനം തരികയാണ് ഹർഷീദ്ക്കും അതേപോലെ തന്നെ ഇന്റർവ്യൂ പാനലിലുള്ള ഓരോരുത്തരും ചെയ്തത്. അപ്പൊ അവർക്ക് ആയി ഒരു പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ ആപ്റ്റിക്കോനെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന സൈൽ ബൗസർ, നമുക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിലുള്ള ഒരു ആളെ നമ്മളെ മീറ്റർ അലുമിനിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ IG പറഞ്ഞ ഇന്റർവ്യൂ പാനൽക്കോ അതിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈൽ സാർ ഒരു കുറച്ച് സമയം കൊണ്ടുവന്ന് ആരൊക്കെയാന്ന് വെച്ചാൽ നമുക്ക് കണ്ടെത്തി അവരെ കോണ്ടാക്ട്സ് തന്ന് അവരോടും കാര്യം പറഞ്ഞ് നമുക്ക് അതൊക്കെ റെഡിയാക്കി തന്ന സൈൽ ബൗസറിന് പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ എൻ്റെ ഒപ്പം എല്ലാ സമയത്തും വർക്ക് എടുത്ത എൻ്റെ ടീമിനും നന്ദി പറയാണ്. താങ്ക് യു. അപ്പം ഹാഫിസെ താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു. ഫാത്തിമ സന, ആനോൺ എം ഷാജൻ, സമന്ത കോട്ടക്കൽ, ഇന്ദുഷ ധർമ്മൻ, ലക്ഷ്മി പി, സാന്ദ്ര സജി, യു ഓൾ ആർ വിന്നേഴ്സ്. എല്ലാവരും വിജയികളാണ്. ചെറിയ വ്യത്യാസങ്ങളിൽ മാത്രം മാറിപ്പോയി. ആപ്റ്റിക്കോടെ IG വാർ എന്ന പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നമുക്ക് 2 മാസമോ 3 മാസമോ കഴിഞ്ഞിട്ട് ഒരു IG വാർ കൂടി നടത്താനുള്ള ഒരു ശുപാർശ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ IG വാർ വീണ്ടും നടക്കുന്നതായിരിക്കും. ലെറ്റ്സ് സീ ഓൺ സീസൺ 2. താങ്ക് യു വെരി മച്ച്.